Shalom DMF. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ വലിയ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ദുഃഖവെള്ളി നമ്മൾ ആചരിക്കുന്ന ദിവസമാണ്. ലോകത്തിന് മനസ്സിലാകാത്ത വലിയൊരു സത്യം യേശുവിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ഇനിയും ദുഃഖവെള്ളിയുടെ അന്തസത്ത മനസ്സിലാക്കാത്ത അനേകം ക്രിസ്ത്യാനികൾ ലോകത്തിലുണ്ട്. ദുഃഖവെള്ളി കഴിഞ്ഞ് നമ്മളെല്ലാവരും ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്നവരാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അതാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ആ മഹത്വത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ലോകത്തിന് മനസ്സിലാകാത്തൊരു വഴിയാണ്. അതാണ് കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ജീവനിൽ, യേശുവിൻ്റെ ജീവൻ്റെ സമൃദ്ധിയിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ സമൃദ്ധി എന്ന് പറയുന്നത് മേളിൽ നിന്ന് കുറച്ച് ടണ്ണ് കണക്കിന് ഇങ്ങനെ താഴത്തോട്ട് ഇട്ടിരുന്നൊരു സാധനമാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അത് യേശുവിൻ്റെ കൂടെ നമ്മൾ നടന്ന് നേടേണ്ട ഒന്നാണ്. ആ യേശുവിൻ്റെ കൂടെയുള്ള നടപ്പെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. നമ്മൾ റോമാലേഖനം 8:17 ഇങ്ങനെ പറയുന്നത്, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അവകാശമാണ് കുരിശ്, പീഡകൾ, സഹനങ്ങൾ, വേദനകൾ. പ്രിയമുള്ളവരെ, അതില്ലാതെ മഹത്വീകരണമില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. യേശുവിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുന്നത് യേശു നമ്മുടെ സഹനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതല്ല. യേശുവിൻ്റെ രക്ഷ സഹനങ്ങളിലൂടെയുള്ള രക്ഷയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സത്യമാണ്. സഹനത്തിൽ നിന്നുള്ള രക്ഷയല്ല യേശു നൽകുന്നത്, സഹനത്തിലൂടെയുള്ള രക്ഷയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കൂടെ നമുക്കൊരു അവകാശം നൽകപ്പെട്ടിട്ടുണ്ട്, ദൈവമക്കൾ എന്ന രീതിയിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സുവിശേഷ ഭാഗ്യം അതാണ്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവര് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. ഈ മക്കളാകണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയ്ക്ക് നമുക്ക് അനിവാര്യമായി വേണ്ട ഒരു ഘടകമാണ് സഹനം. പക്ഷെ അതിനെന്നും ലോകത്തിന് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അതിന് നമ്മൾ യേശു ക്രിസ്തുവിൽ എത്തിയാൽ മാത്രമേ സഹനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇന്ന് നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കണം. കാരണം നമ്മളെല്ലാവരും ഉയർപ്പിൻ്റെ മഹത്വത്തിൽ പങ്കുകാരുണ്ടാവരാണ്. നമ്മൾ ഈ സഹനമായിട്ട്, കഷ്ടപ്പാടും ദുരിതമായിട്ട് ജീവിതം തീർന്നു പോകേണ്ടവരല്ല. ഇതിൽ നിന്നും വലിയ മഹത്വത്തിലേക്ക്, വലിയ രക്ഷയിലേക്ക്, വലിയ സന്തോഷത്തിലേക്ക്, ജീവന്റെ സമൃദ്ധിയിലേക്ക് കടക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ ഒരു ദുരന്തമായി മാറരുത്. ഇത് മഹത്വീകരിക്കപ്പെടണം. അത് വലിയ നന്മയായി മാറ്റപ്പെടണം. യേശു നമുക്ക് കാണിച്ചു തരുന്നത്, യേശു അനുഭവിച്ച പീഡകളായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പീഡകളൊന്നുമല്ല. അപ്പൊ ഈശോ നമുക്കൊരു വലിയ മാതൃക കാണിച്ചത്. ഈ പീഡകളെന്നെല്ലാം ഒളിച്ചോടാൻ ഈശോയ്ക്ക് പറ്റുമായിരുന്നു. വേണമെങ്കിൽ അതിനെ എതിർക്കുവാൻ ഈശോയ്ക്ക് പറ്റുമായിരുന്നു, അതിനെ തള്ളിക്കളയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഈശോ ചെയ്തില്ല. ഈശോ അത് സ്വീകരിച്ചു. അത് സ്വീകരിച്ച്, അത് പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച്, അത് ഈശോ കുരിശിൽ ചേർത്ത് വെച്ച്, കുരിശിനോട് ചേർത്ത് വെക്കാൻ പീഡകളെല്ലാം, അങ്ങനെ ദൈവത്തിന് അതിനെ പൂർണ്ണമായി സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചത് വഴിയാണ് യേശു മഹത്വീകരിക്കപ്പെടുന്നത്. അപ്പം നമ്മളും ഈ യേശുവിലായിത്തീരുമ്പോൾ മാത്രമേ നമുക്ക് ഈ രഹസ്യം മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്കെല്ലാം കുരിശ് ഭയങ്കര അസ്വസ്ഥതയും അല്ലെങ്കിൽ അസമാധാനം, അസംതൃപ്തിയും, വലിയ ദുഃഖങ്ങൾ, വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ചോദ്യമാണ്, നീ ദൈവരാജ്യത്തിലാണോ അതോ ലോകരാജ്യത്തിലാണോ? ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരിക്കലും സഹനങ്ങളെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സഹനത്തിന് വലിയ അർത്ഥമുണ്ട്. സഹനം കുരിശ് മാറ്റിയിട്ട് മഹത്വമില്ല. കുരിശില്ലാതെ ജീവന്റെ സമൃദ്ധിയില്ല. ദൈവിക ജീവനിൽ പങ്കുകാരാകാൻ വേറൊരു വഴിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മൾ കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലി കടന്നു വന്ന സമയമാണ്. ഈ കുരിശിന്റെ വഴി ചൊല്ലി തീർക്കാനുള്ള സാധനമല്ല, കുരിശ് നമ്മൾ വഹിക്കാനുള്ളതാണ്.
ഈ പലപ്പോഴും നമ്മൾ യേശുവിൻ്റെ അടുക്കൽ കുരിശിൻ്റെ ഭാരം മാറ്റിക്കളയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കുരിശിൻ്റെ ഭാരം മാറ്റാനല്ല, കുരിശ് മാറ്റാനല്ല, കുരിശിൻ്റെ ഭാരം വഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് ഈശോ നമുക്ക് തരുന്നത്. കാരണം കുരിശില്ലാതെ മഹത്വീകരണമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ അവൻ്റെ നാമത്തിനൊരു ബലി അർപ്പിക്കുകയാണ്. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ഒരു ബലി. പ്രിയമുള്ളവരെ, ഈ സഹനങ്ങൾക്കെല്ലാം വലിയ അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രക്ഷിക്കുവാനും കഴിവുള്ളതാണ് സഹനം. അതുകൊണ്ട് അത് വെറുതെ കളയരുത്. കുരിശിൻ്റെ വഴി ചൊല്ലി നമ്മൾ സഹനം കളയരുത്. അതിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അതിന് വലിയ അർത്ഥമുണ്ട്. അത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാനുള്ള വഴിയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, we do not abandon yourself to despair. നിങ്ങളെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും, സഹനങ്ങൾ, വേദനകളും നിരാശയിലും ദുഃഖത്തിലേക്കും നമ്മളെ തള്ളിക്കളയരുത്. കാരണം എന്താണ്? We are the Easter people and Hallelujah is our song. നമ്മൾ ഈസ്റ്ററിന്റെ മക്കളാണ്. അത് ഹല്ലേലൂയ നമ്മുടെ ഒരു പാട്ടാണ്. അതെപ്പോഴാണ് ഹല്ലേലൂയ പാടുന്നത്? എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ പാടിയാൽ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, സഹനങ്ങൾ വരുമ്പോഴും നമ്മൾ ഹല്ലേലൂയ പാടാൻ പറ്റണം. കാരണം എന്താ? അതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ മാത്രമല്ല, അനേകരെ നമ്മുടെ സഹനങ്ങളിലൂടെ, യേശുവിന്റെ കുരിശിലുള്ള സഹനങ്ങൾ ചേർത്ത് വെച്ച് പിതാവിനെ നമ്മൾ ചേർത്ത് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിൽ അതിന് പങ്കുകാരാകാൻ സാധിക്കും. ഈ പ്രത്യാശയോടെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അല്ലാതെ നിരാശയുടെ സങ്കടത്തോടെ അല്ല. എല്ലാ സഹനങ്ങൾക്ക് അപ്പുറത്ത് ഉത്ഥാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊരു കാര്യം ചെയ്യണം. ഈ സഹനത്തിലേക്ക് വരണമെങ്കിൽ യേശു ഉയർപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്, ക്രിസ്തു ശിഷ്യന്മാരെല്ലാം ഉയർപ്പിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രഹസ്യമുണ്ട്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അഴിയപ്പെടാനും ശൂന്യവൽക്കരിക്കപ്പെടാനും കുരിശ് മരണത്തോളം പിതാവിന്റെ ഹിതത്തിന് മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്താനും തയ്യാറാകുന്നിടത്ത് 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒന്ന്, നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കണം. നമ്മളൊക്കെ വലിയ അഹങ്കാരികളാണ്. ഞാൻ എൻ്റേതൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഇന്ന് വലിയൊരു ശതമാനം രോഗപീഠകളും ദുരിതങ്ങളൊക്കെ വരുന്നത് ഈ അഹങ്കാരം കൊണ്ടാണ്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളൊന്ന് എളിമപ്പെടണം, നമ്മളൊന്ന് ശൂന്യവൽക്കരിക്കും. ഞാൻ എന്ന ഭാവമൊക്കെ ഒന്ന് മാറ്റിവെക്കാനുള്ളതാണ് ഈ കുരിശിന്റെ വഴി എന്നൊക്കെ. ഈ ദുഃഖവെള്ളിലേക്ക് ഈശോ നമുക്ക് കാണിച്ചു തരാണ്. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനം നിലനിർത്താൻ കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി ശൂന്യനാക്കി. ഇത് നമ്മളും ചെയ്യണം. നമ്മളൊക്കെ ഇങ്ങനെ പാപത്തിൽ അഹങ്കാരത്തിൽ ഞാൻ ലോകത്തിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾക്ക് ഈ ഉത്ഥാനത്തിന്റെ ശക്തിയിൽ പങ്കുചേരാൻ പറ്റാതെ. നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങളൊക്കെ വലിയ ട്രാജഡിയായി മാറുന്നതിന്റെ കാരണം we are not ready to humble down. നമ്മൾ ശൂന്യമാക്കപ്പെടണം. അങ്ങനെ താഴ്ത്തപ്പെടുമ്പോഴേ ദൈവം നമ്മളെ ഉയർത്തി. ഇതാണ് യേശു നമുക്ക് കാണിച്ചു. യേശു ദൈവമായിരുന്നിട്ട് പോലും അവൻ തന്നെ സമർപ്പിച്ചു. അഴുകപ്പെടാനും ശൂന്യവൽക്കരിക്കപ്പെടാനും പിതാവിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ പരിപൂർണമായി സമർപ്പണം ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് യേശു ഉയർപ്പിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ ഈ മഹത്വീകരണത്തിൽ, ഉത്ഥാനത്തിന്റെ ശക്തിയിൽ പങ്കുകാരാകണമെങ്കിൽ നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്യണം. എളിമപ്പെടണം, ശൂന്യവൽക്കരിക്കപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. അതെന്തുകൊണ്ടുണ്ടായെന്ന് നമ്മൾ ചോദിക്കരുത്. അത് ദൈവം അനുവദിച്ച സഹനമാണെങ്കിൽ, വേദനയാണെങ്കിൽ അതിനെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ കൊടുത്ത് പരിപൂർണമായി സമർപ്പിക്കണം. യേശു പറയും, ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ വേദനകളും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമാണ് നമ്മുടെ സഹനങ്ങളെ മാറ്റേണ്ടത്, അല്ലാതെ നമ്മളിരുന്ന് പ്രാർത്ഥിച്ച സഹനങ്ങൾ മാറില്ല. അതിന് പൂർണ്ണമായൊരു സമർപ്പണം ആവശ്യമാണ്. ഇങ്ങനെ സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഉത്ഥാനത്തിന് ശക്തി നമുക്ക് കിട്ടും. അതാണ് പറഞ്ഞത് മാർപ്പാപ്പ, വി ആർ ദി ഈസ്റ്റർ പീപ്പിൾ. മാത്രമല്ല, ആ യേശുവിന്റെ ജീവന്റെ സമൃദ്ധിയിൽ പങ്കുകാരാകാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഇന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക് വരണം. കുരിശും വേദനകളൊക്കെ ഉണ്ട്, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനോർത്ത് അസ്വസ്ഥപ്പെടേണ്ട. നമ്മൾ വലിയ പ്രത്യാശയോടെയാണ് കുരിശിനെ നേരിടുക. പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ റിജോയ്സ് ഇൻ ദ ലോർഡ്, സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കും. എന്നിങ്ങനെ കർത്താവിൽ ആനന്ദിക്കുന്നത്, കുരിശ് സഹനം വരുമ്പോൾ നമ്മൾ ആനന്ദിക്കുകയാണ്. എങ്ങനെയാണ്? ഇതിലൂടെ നമുക്ക് വലിയ മഹത്വം നമുക്ക് തരാൻ പോവുകയാണ് ദൈവം. പക്ഷെ അതിനെ നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മളത് ശാന്തമാക്കാം. കർത്താവിൻ്റെ നാമത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസം നമ്മൾ അസ്വസ്ഥപ്പെടുന്ന എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. വ്യക്തികളുണ്ടാകാം, സംഭവങ്ങളുണ്ടാകാം, ചില നഷ്ടങ്ങളുണ്ടാകാം. ഇതൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുന്നത് എന്ത് തന്നെയായാലും ദൈവം നമ്പുരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കണം. ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടും ശൂന്യവൽക്കരിക്കപ്പെടാനും ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ നമ്മൾ എളിമയോടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സമർപ്പിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നമ്മളെ പങ്കുകാരാകും. അവൻ വാഗ്ദാനം ചെയ്ത ജീവൻ നമുക്ക് ലഭിക്കും.
അതിന് സഹനങ്ങളെ ഓർത്ത് പരിഭവിക്കരുത്, സങ്കടപ്പെടരുത്. അതുപോലെ നിസ്സംഗത മനോഭാവത്തോടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യരുത്. പരാതി പരിഭവമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യരുത്. പിന്നെ യാതൊരു ഗതിയില്ലാത്തത് കൊണ്ട് നമ്മളതിനെ ചുമലേറ്റോണ്ട് വന്നിട്ട് കാര്യമില്ല. ഇതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന് ആവശ്യമാണ്. ഈ സഹനങ്ങൾ വഴി അനേകം മക്കൾ രക്ഷ പ്രാപിക്കാൻ പോവുകയാണ്. ഇതാണ് ഒരു ക്രൈസ്തവന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വലിയ സന്തോഷത്തെ നമുക്കൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. കർത്താവിന് നമ്മൾ ഹെബ്രായ ലേഖനം 13:15 ഇങ്ങനെ പറയാം, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അവനിലൂടെ എന്ന് പറയുമ്പോൾ അവന്റെ സഹനങ്ങളിലൂടെ സഹനങ്ങൾ നമ്മുടെ ഒരു ഭാഗം. ക്രിസ്തുവിൽ നമുക്കുള്ളൊരു അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശത്തിന്റെ ഭാഗമാണ് സഹനങ്ങളിൽ പങ്കുകാരാകുന്നത്. അതുകൊണ്ട് ആ നാമത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടെ വലിയ പ്രത്യാശയോടെ നമ്മൾ എളിമയോടെ നിന്ന് ദൈവത്തെ സ്തുതിച്ച് ആ ദൈവിക ജീവനിൽ നമ്മൾ പങ്കുകാരാകാൻ പോവുകയാണ്. Let us rejoice in the Lord. നമ്മുടെ സഹനങ്ങളിലും സന്തോഷിക്കാൻ പറ്റണം പ്രിയമുള്ളവരെ. കാരണം അതിന് വലിയ അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ ഉത്ഥാനത്തിലും ദൈവിക ജീവൻ നമ്മൾ പങ്കുകാരാക്കാൻ പോവാണ്. നമ്മൾ സങ്കടപ്പെടരുത്, സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്ര, വീണ്ടും വരും അവൻ രാജാതിരാജന വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും യേശുവിന്. മൃത്യുഞ്ജയനവൻ ആരാധ്യനായവൻ ദൈവപുത്ര, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ.
പ്രിയമുള്ളവരെ, സഹനത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ സഹനത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു നമുക്ക് കാണിച്ചിരുന്ന വലിയ സത്യം അതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളുടെ അർത്ഥം ചിലപ്പോൾ മനസ്സിലായെന്ന് വരുന്നില്ല. പക്ഷേ ഇന്ന് ദൈവം അനുവദിച്ച സഹനങ്ങളുടെ പുറകിൽ വലിയ മഹത്വത്തിലേക്കുള്ളൊരു വിളിയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. യേശുവിനോട് ചേർന്നിരിക്കുവാൻ നമ്മളെ ദൈവം വിളിക്കുന്നതാണ്. നമ്മൾ ഈ സ്വർഗത്തിന് അവകാശികളായി വിളിക്കപ്പെട്ടാണ് മക്കളെ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ നടക്കുന്ന മക്കളെ ചിലപ്പോഴെങ്കിലും ദൈവം തൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കുന്നത് ചില സഹനങ്ങളും വേദനകളുടെ ആയിരിക്കും. ഇത് ക്രിസ്തുവിനെ അറിയുവാനും അവൻ്റെ സ്നേഹത്തിലായിരിക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിനോട് ചേർന്നിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി മാത്രമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ലോകത്തിലെ പലതും നമ്മളെ ഈ യേശുവുമായുള്ള സ്നേഹബന്ധത്തിൽ നമ്മളെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോഴെങ്കിലും സ്നേഹനിധിയായ ദൈവം ഈ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിക്കുന്നത് ചില സഹനങ്ങൾ, ചില നഷ്ടങ്ങളിലൂടെ ആയിരിക്കും. പക്ഷെ അത് നമ്മൾ നഷ്ടധൈര്യരാകരുത്. തൻ്റെ സ്നേഹത്തിൽ ഒന്ന് ചേർന്നിരിക്കാൻ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സമാധാന സ്വസ്ഥത ഉണ്ടാകുക. ഇന്ന് നമ്മളെ ഭയപ്പെടുന്ന പലതും ഉണ്ട്. നമ്മൾ ഈ ലോകത്തിൽ പല കാര്യങ്ങളും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ഈ സ്നേഹത്തിൽ നമ്മൾ ഒന്നും ചേർന്നിട്ടില്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഒന്നും അവനെ ഭയപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു കുരിശിലേക്ക് കിടക്കുമ്പോൾ ഭയന്നിട്ടില്ല. പരിശുദ്ധ അമ്മ കുരിശിൽ ചോദിക്കുന്ന ഭയന്നിട്ടില്ല. ആരുടെ സഹായം ചോദിക്കുന്നില്ല. അവർ ദൈവത്തിലായതുകൊണ്ട് ഇതൊന്നും അവർക്കൊരു ഭയമല്ലായിരുന്നു. മാത്രമല്ല ഇതിൽ നിന്നെല്ലാം വലിയ നന്മയുണ്ടാക്കുന്നവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിലെ സ്നേഹ വേദനകളെയും ദുഃഖങ്ങളെ ഓർത്ത് നമുക്ക് തമ്പുരാന് സ്തുതിയുടെ ഒരു ബലി, സ്തോത്രഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ വീണ്ടെടുക്കണം. പ്രിയമുള്ളവരെ, അതിൽ നിരാശപ്പെട്ട് കിടക്കരുത്, തകർന്നു പോകരുത്. ഇതെല്ലാം വലിയ മഹത്വത്തിന് കാരണമാകാനുള്ളതാണ് നമ്മുടെ ദുഃഖങ്ങൾ. അതുകൊണ്ട് യേശുവിനോട് ചേർത്ത് വെച്ച് നമുക്ക് സന്തോഷത്തോടെ സ്തുതിച്ച് എല്ലാം നന്മയാക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഗ്ലോറി. എനിക്കായി കരുതുന്നവൻ, ആമേൻ. എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഒന്ന് വിശ്വാസത്തോടെ, നിന്റെ ദൈവം അറിയാതെ ഒന്നും അനുവദിച്ചിട്ടില്ല മക്കളെ. നിന്റെ ബുദ്ധിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത വേദന ദുഃഖങ്ങളുണ്ടാവും. നീ അത് വിശ്വാസത്തിൽ, കാരണം എന്റെ ദൈവം എനിക്ക് അനുവദിക്കുന്നതെല്ലാം എന്റെ ഉപരി നന്മയ്ക്കാണ്. ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു വലിയ വിളിയാണത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് സ്തുതിച്ച് അധരങ്ങൾ പരാതി, പരിഭവം, സങ്കടം വരരുത്. സ്തുതികൾ വരണം. ഒരു ക്രൈസ്തവന്റെ അധരത്തില് വേദനയും നഷ്ടങ്ങളും സ്തുതികൾ ഉണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ സ്തുതികൾ, ദൈവത്തിന്റെ കാരുണ്യത്തിലും അനന്ത നന്മയിലും വിശ്വസിച്ചുകൊണ്ട് നീ സ്തുതിക്കണം. എല്ലാം നന്മയാക്കുന്നവനെ, സർവ നന്മ സ്വരൂപനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഭയങ്ങളെല്ലാം മാറട്ടെ, നിരാശകളെല്ലാം മാറട്ടെ, നഷ്ടധൈര്യങ്ങൾ മാറി ദൈവമക്കളുടെ അവകാശത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായ ദൈവമക്കളെ, ആ അവകാശത്തിന്റെ ഭാഗമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. വേദനകളും ദുഃഖങ്ങളിലും സ്തുതിക്കണം, സങ്കട തകർച്ചകളിൽ സ്തുതികൾ അർപ്പിക്കണം. അങ്ങനെ ഒരു ബലി അർപ്പിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. അവിടെ ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഹല്ലേലൂയ. യേശുനാഥ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ, നിന്റെ ദൈവിക ജീവനിലേക്ക് പങ്കുകാരാക്കുവാൻ, ഈ ലോകത്തിൻ്റെതെല്ലാം ഞങ്ങളെ വിശദീകരിക്കുന്ന സഹനത്തിന്റെ തീച്ചൂളകളെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അത് ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെ ആരാധിക്കുവാനുള്ള വഴികളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സമ്പത്തിന്റെയും ഈ ലോകത്തിന്റെ മോഹങ്ങളുടെയും ഈ ലോകത്തിന്റെ പ്രശസ്തിയുടെ അംഗീകാരത്തിന് പുറകെ നടക്കുന്ന ഞങ്ങള് അങ്ങിലേക്ക് തിരിച്ചു വരുവാൻ, അങ്ങേ മാത്രം ആരാധിക്കുവാൻ അങ്ങ് അനുവദിക്കുന്ന ചില വീഴ്ചകളെ സഹനങ്ങളെല്ലാം വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. അത് നന്മയ്ക്കാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ചില സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് ഒന്നാം സ്ഥാനം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. സമ്പത്ത്, സ്ഥാനമാനങ്ങള്, മക്കള്, നമ്മുടെ സൽപ്പേര്, ഇങ്ങനെ പലതും ദൈവം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവത്തിന് ഇതിൻ്റെ എല്ലാം അടിയിലാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മനാശം സംഭവിക്കും. അതുകൊണ്ട് തമ്പുരാൻ ചില സമയത്ത് ഈ ദൈവം നൽകിയ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, മക്കള്, സൗകര്യങ്ങൾ, സുഖങ്ങൾ, അല്ലെങ്കിൽ സൽകീർത്തിയൊക്കെ ചിലപ്പോൾ നമ്മൾ നീക്കപ്പെടാനായിട്ട് അനുവദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മൾ ഈസ്റ്ററിലേക്കൊക്കെ ഒരുങ്ങുമ്പോൾ പ്രിയമുള്ള ഈ ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഒരു പുത്രനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് കുരിശുമരം എടുക്കുമ്പോഴും യേശുവിന് പിതാവിൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം. അതിൻ്റെ പേരാണ് വിശുദ്ധി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരണം. അതുകൊണ്ട് ദൈവം ചില സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ നമ്മുടെ നാശത്തിനല്ല എന്ന് മനസ്സിലാവും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കും. ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് ആ ദൈവഹിതത്തിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ചിലപ്പം മാറ്റേണ്ടി വരും. അതിന് ചില സഹനങ്ങളും വേദനകളും പരാജയങ്ങളൊക്കെ ദൈവം അനുവദിക്കും. അതിനെ ഓർത്ത് നമ്മൾ നഷ്ടധൈര്യരാവരുത്. അവിടെയും ഒരു ക്രിസ്തുദാസൻ ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ പേരാണ് വിശ്വാസം. ഈ വിശ്വാസം നിനക്ക് വരുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് ആ കർത്താവിൽ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കണം.
ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവന് നഷ്ടപ്പെട്ടത്, അവന്റെ ജോബിനെ സംബന്ധിച്ച് ജോബിന്റെ സൽകീർത്തി, സ്ഥാനമാനങ്ങള്, സമ്പത്ത്, ബഹുമതി, മക്കള്, സുഖസൗകര്യങ്ങള്, ഇതിന്റെ എല്ലാം മുകളിലായിരുന്നു ദൈവത്തിന് ജോബ് സ്ഥാനം കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി? ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവം ജോബിന്റെ കൂടെ ഉണ്ടായിരുന്നു, ജോബിന്റെ കൂടെ തമ്പുരാനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ ഗുണം? ജോബിന്റെ വിശുദ്ധീകരണം നടന്നു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയെ തിരിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആനന്ദിക്കണം. ദൈവത്തിൽ മാത്രമേ നമ്മൾ ആനന്ദിക്കാൻ പാടുള്ളൂ. ദൈവത്തെ നീ ആരാധിക്കണം. ഇത് നമ്മുടെ ആരാധന വിഷയം മറ്റു പലതുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ദുഃഖ വെള്ളിയാഴ്ച നമ്മളൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. ദൈവം ചില സഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എളിമപ്പെട്ട് യേശുവിലേക്ക് വരണം. നമ്മളും പറയണം, നീയാണ് എൻ്റെ സമ്പത്ത്, നീയാണ് എൻ്റെ ധനം, നിന്നിൽ ഞാൻ ആനന്ദിക്കുന്നു. ഈ സമ്പത്ത് സുഖകരം തരുന്ന സന്തോഷത്തിലല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്, ലോകം തരുന്ന സുഖങ്ങളിലല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്, ദൈവത്തിൽ ആനന്ദിക്കാനുള്ള സമയം. അങ്ങനെ ആനന്ദിക്കുന്നവർക്കുള്ളതാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജീവനുള്ള സമൃദ്ധി. അതുകൊണ്ട് എല്ലാം നന്മയാക്കുന്ന ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കാം. താങ്ക് യു ജീസസ്. നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി, ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്തം ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏത് ദുഃഖനാളിലും. തൻ സ്വന്തം ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏത് ദുഃഖനാളിലും. തൻ തിരു കൈകളാ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലാൻ പോര വാക്കുകൾ. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി, ഹല്ലേലൂയ പാടും ഞാൻ. നിന്റെ വിശ്വാസം, നിനക്ക് ദൈവത്തോടുള്ള സ്നേഹം, നീ ദൈവത്തിന്റെ ബന്ധം, ഇതൊക്കെ ശോധന ചെയ്യുന്ന മക്കളെ നമ്മുടെ സഹനങ്ങള്. ഈ സഹനങ്ങളില് ജോബിന് പറയാൻ സാധിച്ചു. ജോബിന്റെ ഭാര്യ ജോബിനെ നിഷേധിച്ച് ദൈവത്തെ തള്ളി പറഞ്ഞു പോകാൻ പറഞ്ഞു. ജോബ് പറഞ്ഞു, ദൈവത്തിന്റെ അനുഗ്രഹം മാത്രം വാങ്ങിയാൽ മതിയോ, സഹനങ്ങൾ വരുമ്പോ ദൈവത്തെ തള്ളി പറയാൻ പാടില്ല എന്ന് ജോബ് പറയുകയാണ്. അത്രമാത്രം വിശ്വാസം തെളിയിക്കുകയാണ്. അതുകൊണ്ട് ജോബിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്കിൽ പറയുന്നുണ്ട്, എനിക്ക് ന്യായം നടന്നെന്നും ജീവിക്കുന്നെന്നും അവസാനം വരെ അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. ഈ അറിവ് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന ബോധ്യം ജോബിനുണ്ടായിരുന്നു മക്കളെ. അതിന്റെ കാരണം അവന്റെ ജീവിതത്തില് സമ്പത്തല്ലായിരുന്നു അവന്റെ സ്നേഹത്തിന്റെ വിഷയം, സമ്പത്തായിരുന്നു അവന്റെ സന്തോഷ വിഷയം, സുഖസൗകര്യങ്ങളായിരുന്നു അവന്റെ സ്നേഹ വിഷയം, സുഖസൗകര്യങ്ങളായിരുന്നു അവന്റെ സന്തോഷത്തിന്റെ വിഷയം. അവന്റെ മക്കളായിരുന്നില്ല അവന്റെ സ്നേഹ വിഷയം, മക്കളായിരുന്നില്ല അവന്റെ സന്തോഷ വിഷയം. അവന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ വിഷയം ദൈവമായിരുന്നു. ഇതിലേക്ക് നമ്മൾ വരണം. ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ സഹനങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഈശോയോട് പറയണം, എന്തൊക്കെ സംഭവിച്ചാലും നീ
എന്നേക്കാൾ ഉപരിയായി ഈ ലോകത്തിലൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള അവസരമാണിത്. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് തമ്പുരാനെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് അവിടുന്ന് തന്റെ മഹത്വത്തിൽ നമ്മളെ പങ്കുകാരാക്കുന്നത്. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എത്ര വലിയ വിശ്വാസം! ഈ വിശ്വാസം സഹനങ്ങളെ സ്തുതിക്കുമ്പോൾ കിട്ടുന്ന വിശ്വാസമാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻതിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹങ്ങൾ മാത്രം വരുമ്പോൾ ഹല്ലേലൂയ പാടുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ചില സഹനങ്ങളും നഷ്ടങ്ങളും വരുമ്പോഴും ഞങ്ങൾ അങ്ങേക്ക് ഹല്ലേലൂയ പാടും. കാരണം നീ നല്ലവനാണെന്നും എല്ലാം എന്റെ ഉപരി നന്മയ്ക്കാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. വെള്ളിയാഴ്ച ദൈവത്തിന്റെ സ്വന്തമാകാനുള്ള ദിവസമാണ്. ദൈവത്തിൽ തന്നെ അകറ്റുന്ന എല്ലാത്തിലും ഞാൻ നോ പറയേണ്ട ദിവസം കൂടിയാണ്. അപ്പോഴാണ് നമ്മൾ അവൻ്റെ ജീവനിൽ പങ്കുകാരാകാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും സാധ്യമല്ല. ഈ ലോകത്തിൽ നമ്മൾ അടിമപ്പെടുത്തിയിരിക്കുന്ന എല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ട സമയം കൂടിയാണ്. ദൈവം നമ്മളൊക്കെ ചിലർക്ക് പിടിച്ചു മാറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതിനെ, ചിലപ്പോൾ നമുക്ക് വളരെ നമ്മൾ സ്നേഹിക്കുന്നതിനൊക്കെ തമ്പുരാൻ ചിലപ്പോൾ നമ്മളിൽ എടുത്ത് മാറ്റിയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം അങ്ങനത്തെ ചില വേദനകളും ദുഃഖങ്ങളൊക്കെ നമുക്ക് തരുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന് നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അതിനൊക്കെ അടിമകളായിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ വസ്തുക്കൾക്കും ഈ ലോകത്തിലെ ചില വ്യക്തികൾക്കും സംഭവങ്ങൾക്കെല്ലാം അടിമകളായിരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ ദൈവത്തിൻ്റെതായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തോട് ഒന്നു ചേരാൻ വിളിക്കപ്പെട്ടവരാണ്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലൊരു കാര്യം മനസ്സിലാക്കണം. ദൈവമെല്ലാം തരുന്നവൻ മാത്രമല്ല എന്നൊരു സത്യം കൂടി ഇത് മനസ്സിലാക്കാം. ചിലതൊക്കെ ദൈവം നമ്മളെ എടുത്ത് മാറ്റുന്നവൻ കൂടിയാണ്. എന്തിനാണ് എടുത്ത് മാറ്റുന്നത്? തൻ്റെ സ്നേഹത്തിൽ നമ്മളെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ സത്യം മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത് വേദന ഓർത്ത് നമ്മൾ ദൈവത്തോട് പരാതി പറയില്ല, നമ്മളതിന് നന്ദി പറയും. നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലുള്ള ചില നഷ്ടങ്ങളൊക്കെ നിങ്ങൾ ദൈവത്തിലെത്തുവാൻ നിങ്ങളെ സഹായിച്ച ഘടകങ്ങളാണ്. ദൈവം ചിലതൊക്കെ എടുത്ത് മാറ്റുന്നത് നമ്മളൊന്ന് എടുത്ത് മാറ്റി കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനമാകാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ, ആ സ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മളെന്ന് എടുത്ത് മാറ്റിയത് വിശുദ്ധീകരിച്ച് ദൈവം നമുക്ക് തിരിച്ചു തരും. അബ്രാഹത്തിനെ ഇസ്ഹാക്കിനെ എടുത്ത് മാറ്റാൻ ശ്രമിച്ചു. അതെന്തിനാ? ഇസ്ഹാക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു? അല്ല, അബ്രാഹത്തെ തൻ്റെ സ്നേഹത്തിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അബ്രാഹാം ഇസ്ഹാക്കിനെ സമർപ്പിച്ചത് വഴി എന്ത് സംഭവിച്ചു? ഇസ്ഹാക്കിനെ വിശുദ്ധീകരിച്ച് തിരിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും ചിലതൊക്കെ ദൈവം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തിനാണ്? നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിന്നെ ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നൊരു വഴിയാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെ നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം സ്നേഹ വിഷയമാണ്. നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും കാതല് നമ്മുടെ ഹൃദയത്തിന്റെ മുഖ്യസ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തു പോയതെല്ലാം ഈശോ ആശീർവദിച്ച് തിരിച്ചു തരും. ഈശോ എടുത്തോണ്ട് പോകുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല,
കൂടുതൽ ശ്രേഷ്ഠമായി തരാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്കതെല്ലാം തിരിച്ചു കിട്ടും. അതുകൊണ്ട് ഈ ദിവസം നമ്മളെല്ലാത്തിനും അവരുടെ ദൈവത്തിന് നന്ദി പറയണം. എല്ലാ വിശ്വാസത്തിന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് നമ്മൾ ദൈവത്തെ നന്ദി പറഞ്ഞ് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. Blessed be the name of the Lord. എല്ലാ വേദനകളും ദുഃഖങ്ങളും എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. Praise you, worship you, Jesus. Blessed be your name in land that is plentiful, where streams of abundance flows. Blessed be your name. Blessed be your name when I'm found in the desert place. Though I walk through the wilderness, blessed be your name. Every blessing you pour out, I'll turn back to praise. When the darkness closes in, Lord, still I will say, blessed be the name of the Lord. Blessed be your name. Blessed be the name of the Lord. Blessed be your glorious name. Oh, blessed be the name of the Lord. Blessed be your name, Jesus. Blessed be the name of the Lord. Blessed be your glorious name. Blessed be your name when the sun's shining down on me, when the world's all as it should be. Blessed be your name. Blessed be your name on the road marked with suffering. Though there's pain in the offering, blessed be your name. Every blessing you pour out, I turn back to praise. When the darkness closes in, Lord, still I will say, blessed be the name of the Lord. Blessed be your name. Everybody sing along. Blessed be the name of the Lord. Blessed be your glorious name. Oh, blessed be the name of the Lord. Blessed be your name. Blessed be the name of the Lord. Blessed be your glorious name. You give and take away. You give and take away. My heart will choose to say, well, blessed be your name. You give and take away. You give and take away. My heart will choose to say, well, blessed be your name. Blessed be the name of the Lord. Blessed be your name, Jesus. Blessed be the name of the Lord. Blessed be your glorious name. Oh, blessed be the name of the Lord. Blessed be the Blessed name. be your name. Oh, the most blessed name of Jesus. Blessed be the name of the Lord. Blessed be your glorious name. You give and take away. Jesus. You give and take away. My heart will choose to say, well, blessed be your name. You give and take away.
Blessed be the name. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതിനൊപ്പം ചില അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കുക ഞങ്ങൾ തിരിച്ചറിയാം. കാരണം നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്താൻ വേണ്ടി, നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഒന്ന് ചേർക്കാൻ വേണ്ടി നീ എടുക്കുന്നതെല്ലാം നന്മയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോഴും ഞങ്ങളുടെ അധരങ്ങളിൽ നിനക്ക് സ്തുതികൾ ഉണ്ടായിരിക്കും. കാരണം നന്മയല്ലാത്തതൊന്നും നീ അനുവദിച്ചിട്ടില്ല. ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത പല നന്മകളും ഈ ലോകത്തിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥകളെയും ഭാരങ്ങളെയും വേദനകളെയും ഞങ്ങളെ ഭാരപ്പെടുന്ന എല്ലാത്തിനെയും എൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നന്ദി പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമേ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളെ, സ്വർഗത്തിൻ്റെ അവകാശികളെ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പൗരന്മാരെ എന്നൊക്കെയാണ് നമ്മളെക്കുറിച്ച് വിളിക്കാം. നിങ്ങൾക്ക് യേശുവിൽ എല്ലാ സമാധാനവും നേരുന്നു. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന അവസാനത്തെ സൗഭാഗ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ദുഃഖവെള്ളിയാണ്. ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്നൊരു ജനം. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, do not abandon yourself to despair, because we are the Easter people, and hallelujah is our song. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ്റെ വാക്കുകളാണ്. ദുഃഖത്തിനും പീഡനത്തിനും രോഗത്തിനും ഈ ലോകത്ത് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കരുത്. കാരണം നമ്മൾ ഈസ്റ്ററിന്റെ മക്കളാണ്. ഹല്ലേലൂയയാണ് നമ്മുടെ പാട്ട്. അതെപ്പോഴും നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ഈ വലിയ സൗഭാഗ്യം, മഹത്വത്തിൽ, ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ജീവനിൽ സ്വർഗത്തിന് അവകാശികളാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ഒരു വർഷം ഇത് സ്വന്തമാക്കാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് 2021 നമുക്ക് നൽകിയത്. അതുകൊണ്ട് ഉറച്ച ബോധ്യത്തിലേക്ക് വരിക. വേറൊന്നിന്റെ പുറകെ നിങ്ങൾ പോകരുത്. വലിയ രഹസ്യങ്ങൾ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തുന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. ബാക്കി നിങ്ങൾക്ക് വേണ്ടതെല്ലാം നീ ആഗ്രഹിക്കുന്നതിലും നീ ചോദിക്കുന്നതിലും വളരെയധികമായ ദൈവം തരുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പക്ഷേ ഇന്നും ക്രിസ്ത്യാനി ഈ ലോകത്തിന്റെ പാപങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടും വേദനകളും പേറി ദുരിതം അനുഭവിക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടമാണ് മക്കളെ. നമ്മൾ ഈ കുർബാനയും പ്രാർത്ഥനയും ധ്യാനവും നൊയമ്പും ഈ വൺഡേ പരിപാടിയും ബന്ധന പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ ഈ ക്രിസ്തു വാഗ്ദാനം ചെയ്ത ജീവന്റെ സമൃദ്ധിയും ഈ ദൈവിക മഹത്വം ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? നീ നിന്റെ ചുറ്റുപാടുള്ള മക്കളുമായിട്ട് മനുഷ്യരുടെ തോന്നുക അവരിൽ നിനക്ക് യാതൊരു വ്യത്യാസമില്ലെങ്കിൽ നിന്റെ ക്രൈസ്തവ ജീവിതം വെറും പാഴായി പോകും. അങ്ങനെ ആകരുത്. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കണം. ദൈവരാജ്യം അന്വേഷിക്കുക അതൊരു നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ദൈവരാജ്യം നമ്മളിൽ വരണം. രണ്ട്, നമ്മുടെ ചുറ്റുപാടും ദൈവരാജ്യം സ്ഥാപിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇങ്ങനെ പരിശ്രമിക്കുന്നവരെയാണ് ദൈവമക്കൾ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ഇങ്ങനെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി സൃഷ്ടപ്രപഞ്ചം കാത്തിരിക്കുകയാണ്. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട ജീർണിച്ചിരിക്കുന്ന ഈ ലോകം ഇങ്ങനെയുള്ള ദൈവ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ ലോകത്തിൽ സമാധാനം സുസ്ഥിതി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മക്കളെ, ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും ദൈവിക സൗഭാഗ്യങ്ങളും നമ്മൾ യോഗ്യരായി തീരുന്നത് ഇങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് വഴിയാണ്. അതുകൊണ്ട് ഈ ഒരു വർഷം നിന്റെ കഴിഞ്ഞ നാളുകൾ നിനക്ക് നീ കൂട്ടിച്ചേർക്കാൻ പരിശ്രമിച്ചിട്ട് ഇതുവരെ കൂടിച്ചേരാത്തത്, നൊവേനയും ധ്യാനവും ഉപവാസമൊക്കെ നടത്തിയിട്ടും നിന്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഈശോ നിന്നോട് പറയാണ്, നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നമ്മൾ നീതിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വർഷം കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷ ഭാഗ്യം ഇതാണ്. എന്താണ്? മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം ഇങ്ങനെ പറയാം, 10-ാമത്തെ വചനം. നീതിക്കു വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പൊ ഈ സ്വർഗം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ കുറച്ച് പള്ളിയും പ്രാർത്ഥനയും കുർബാനയും പാപമൊന്നും ചെയ്യാതെ പഴയ നിയമത്തിലെ 10 കൽപ്പനയും പാലിച്ചിരുന്നാലും സ്വർഗത്തിൽ പോവില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാൻ വഴികളാണ് ഈശോ പറഞ്ഞു തരുന്നത്. അത് പ്രോ ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അരുതുകളുടെ കൽപ്പനകളുണ്ട് പഴയ നിയമത്തിൽ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, നിങ്ങൾ കള്ളസാക്ഷ്യം പറയരുത്, അരുത്, അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്. അതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ. അതൊക്കെ ചെയ്യണം, ഒന്നും വേണ്ടെന്നല്ല പറയണത്. പക്ഷെ അതല്ല നമ്മുടെ വിളി. അത് നമ്മൾ ബേസിക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക്
ക്രിസ്തു ശിഷ്യന്മാർ ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഈ അഷ്ടസൗഭാഗ്യത്തിലൂടെ നമ്മൾ തരുന്നത്. ഈ ഭാഗ്യം സ്വന്തമാക്കുന്നത് വഴി നമ്മൾ സ്വർഗത്തിന് അവകാശികളും ദൈവത്തിന് മക്കളായി മാറണം. ഈ സൗഭാഗ്യമാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. അവർക്കൊന്നിനും കുറവുണ്ടാവില്ല. 23-ാം സങ്കീർത്തനം പറയുന്ന പോലെ കർത്താവ് ഇടയനായിരിക്കും, അവർക്കൊന്നിനും കുറവുണ്ടാവാത്തൊരു ജീവിതം, സന്തോഷത്തിന്, സമാധാനത്തിന്, ഐശ്വര്യത്തിന് ജീവിതം. ഇവിടെ നമ്മളങ്ങനെ ഞെരുങ്ങി കഷ്ടപ്പെട്ട് ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എല്ലാ സമൃദ്ധിയിലും സന്തോഷത്തിലും ഇവിടെ ജീവിക്കണം, സ്വർഗത്തിൽ നമ്മൾ യോഗ്യരാകണം. പക്ഷെ അതിന് എന്താണ് വഴി? അതിന് യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ ഏറ്റവും അവസാനത്തെ ഖണ്ഡിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു: നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ക്രൈസ്തവ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സഹനം. ഇന്ന് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഇന്ന് ദുഃഖവെള്ളിയാണ് പ്രിയമുള്ളവരെ. ഇന്ന് നമ്മളൊക്കെ സഹിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാപത്തിൻ്റെ വേദനയാണ് നമ്മൾ സഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സഹനം നമുക്ക് ഉണ്ടാകുന്നത്? നമ്മളോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പാപം ചെയ്ത് കൂട്ടുകയാണ്, പാപത്തിന് അടിമയാണ്, ലോകത്തിന് അടിമയായിരിക്കുന്നത്. നമ്മൾ തൽക്കാല സുഖത്തിനും നേട്ടത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി. അതെല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും പീഡനങ്ങളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ, തോന്നിവാസത്തിൻ്റെ, നമ്മ അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, ദ്രവ്യാസക്തിയുടെ ഫലമായി അനുഭവിക്കുന്ന രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും സഹിക്കാനല്ല ഈശോ പറഞ്ഞു. അത് നീ സഹിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനി ഇതെല്ലാം പേറി കിടക്കുക. ലോകത്തെല്ലാം മനുഷ്യർ സഹിക്കുന്നത് നമ്മളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇതെല്ലാം വന്ന് കയറിയിരിക്കുക. കാരണം എന്താ? നീ കർത്താവ് പറഞ്ഞ കാര്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് മക്കളെ, it is high time, if you want to join, if you want to experience the resurrection power of Christ, ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാകണമെങ്കിൽ, അവന്റെ ദൈവിക ജീവനിൽ പങ്കുകാരാകണമെങ്കിൽ നിനക്ക് സഹനത്തിലൂടെ, പീഡകളിലൂടെ കടന്നു പോകണം. അത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതമല്ല. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ നീതി, സുവിശേഷം അനുസരിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒരു പീഡനമുണ്ട്. അതെന്ത് പീഡനമാണ്? ആ പീഡനത്തെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ യേശു അനുഭവിച്ച പീഡനം തന്നെയാണ്. കാരണം സത്യത്തിനും നീതിക്കും വേണ്ടി ലോകത്തിലെ മനുഷ്യരെല്ലാവരും ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ വേണ്ടി യേശു അനുഭവിച്ച ഒരു പീഡനമുണ്ട്. അതെല്ലാ ക്രിസ്തു ശിഷ്യന്മാർക്ക് ഈശോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ പീഡനം, ഈ സഹനത്തിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ. കാരണം എന്താണ്? ഈ ദൈവനീതി, കാരണം യേശു ക്രിസ്തുവിൽ വാഗ്ദാനം ചെയ്ത നീതി, എല്ലാ മനുഷ്യരും നീതിയിലേക്ക് എത്തണം. കാരണം ദൈവത്തിന് മക്കളായി മാറണം. ഈ ലോകത്തിന് അടിമത്തത്തിൽ നിന്നും, സ്വാർത്ഥതയിൽ നിന്നും, വ്യക്തി താല്പര്യങ്ങളിൽ നിന്നും, ഈ ലോകമോഹങ്ങളിൽ നിന്നും മാറ്റി എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളിലേക്ക് കൊണ്ടുവരുന്ന ഒരു നീതി, ക്രിസ്തുവിൽ വ്യക്തമാക്കി തന്ന നീതി, കരുണ, ഈ സംവിധാനം ലോകത്തിൽ ഉണ്ടാകുവാൻ ലോകത്തിന്റെ അധിപന് താല്പര്യമില്ല. അതുകൊണ്ട് ഈ നീതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ പീഡിപ്പിക്കപ്പെടും. അതൊരു സത്യമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹയൊക്കെ നമ്മൾ പറയുകയാണ്, ഈ കുരിശിന്റെ വചനം എന്ന് പറയും. ഈ കുരിശെന്ന് പ്രഘോഷിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇന്ന് എല്ലാവരും ഇങ്ങനെ സൗഭാഗ്യങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും, ജോലി കിട്ടുക, സമ്പത്ത് കിട്ടുക, സൗകര്യങ്ങൾ കിട്ടുക, ഇങ്ങോട്ട് പോരും, യേശുവിൻ്റെ പുറകെ പോരും, ഇങ്ങനെ നടന്നിട്ട് കിട്ടുക. ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് യേശുവിൻ്റെ മഹത്വത്തിൻ്റെ 1000 കോടി ഒരംശം ഉണ്ടോ നമ്മളിൽ? ഇല്ല. കാരണം വെച്ചാൽ നമ്മളിന്ന് ലോകത്തിൽ മറ്റു മനുഷ്യരെ പോലെ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ പുറകെ നടക്കുക. ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ പുറകെ നടന്നാൽ നീ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായി മാറ്റപ്പെടും. പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15:19 പറയുന്നുണ്ട്, ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണോ നീ? എങ്കിൽ നീ എല്ലാ മനുഷ്യരെക്കാളും ഭഗ്നാശനാണ്, എല്ലാ മനുഷ്യരെക്കാളും നീ അധപ്പതിച്ചവനായി മാറിത്തീരും. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ ഇനിയെങ്കിലും ക്രൈസ്തവ ജീവിതം, ക്രൈസ്തവ ആധ്യാത്മികത എന്താ നമ്മൾ മനസ്സിലാക്കുക. അത് കുറെ ആചാര അനുഷ്ഠാനങ്ങൾ അർപ്പിക്കുന്നതല്ല ക്രൈസ്തവ ആധ്യാത്മികത. ക്രിസ്തു തുടങ്ങി വെച്ച ആ ദൈവരാജ്യത്തിന്റെ വേലയിൽ നമ്മൾ പങ്കുകാരാകണം. എല്ലാ മനുഷ്യരും ദൈവത്തെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, എല്ലാ മനുഷ്യരും സഹോദരരെ സ്നേഹിക്കുന്ന ഒരു സംവിധാനം ലോകത്തിലുണ്ടാകണം. അതാണ് ദൈവരാജ്യം. അതിന് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറണം. നമ്മൾ ഈ മക്കളാക്കി മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടി അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിക്കുമ്പോൾ ഈ ലോകം നമ്മളെ വെറുതെ വിടൂല. ലോകം നമ്മളെ എതിർത്തിരിക്കും. കാരണം എന്താണ്? ഈ ദൈവരാജ്യത്തിന്റെ നീതിയും ലോകത്തിന്റെ നീതിയും രണ്ടും രണ്ടാണ്. അത് ഈശോ വളരെ വ്യക്തമായി പറയുന്നത്. നിങ്ങളുടെ നീതി ഫരിസേയരുടെ നീതി അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളല്ല. എന്താ? ദൈവരാജ്യത്തിന്റെ നീതി ലോകരാജ്യത്തിന്റെ ഘടക വിപരീതമാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിന്റെ നീതി അനുസരിച്ച് ജീവിക്കുന്നവരെ ഈ ലോകം പീഡിപ്പിച്ചിരിക്കും. ലോകമെന്ന് ഞാൻ പറയുമ്പോൾ യോഹന്നാൻ ശ്ലീഹയാണ് ലോകത്തെ കുറിച്ച് പറയാം. ലോകം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനേക്കാൾ ഉപരി
സൃഷ്ട വസ്തുക്കളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിന് പറയുന്ന പേരാണ് ലോകം. അല്ലാതെ ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ കാടും ഇതെല്ലാം നടന്നിരിക്കുന്നതല്ല. ഇത് ദൈവം സൃഷ്ടിച്ചാണ് ഈ ലോകം. അത് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അതല്ല ലോകം എന്ന് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ട വസ്തുക്കളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു സമൂഹം അത് നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്രിസ്തുവിന്റെ രാജ്യവും നീതിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കും. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കൂട്ടായ്മയിൽ അതുണ്ടാവും. കാരണം ഈ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർക്ക് വേറെ ഒന്നും ലക്ഷ്യമല്ല. അവരെന്ത് ത്യാഗം സഹിച്ച് അതിലേക്ക് വരും. ഇങ്ങനെ സഹനങ്ങളും ത്യാഗങ്ങളും അനുഷ്ഠിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യം സ്ഥാപിക്കാൻ സാധിക്കൂ. ഇന്ന് അനേകം സുവിശേഷ പ്രഘോഷകർ എനിക്കറിയാം, നല്ല തീഷ്ണതയോടെ ദൈവരാജ്യം എന്ന് പറഞ്ഞൊക്കെ ഇറങ്ങി, ചില ഇങ്ങനെയൊക്കെ ഇറങ്ങി വരെ ചില സ്ഥലത്തിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ സ്നേഹിക്കുന്നവരായിരിക്കാം, അവർ നമ്മളെ എതിർക്കുന്നു, നമ്മളെ കുറ്റം വിധിക്കുന്നു. ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങാൻ, ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കയ്യും കാലൊക്കെ മുട്ടി ഇറങ്ങി പല നഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ചിറങ്ങി അനേകം മക്കളുണ്ട്. പക്ഷേ അവരിറങ്ങി വന്നിട്ട് കുറച്ച് കഴിയുമെന്ന് അവർക്ക് ചില മുറിവുകൾ ഇവിടുന്ന് സ്വന്തം കൂട്ടായ്മയിൽ നിന്ന് കിട്ടാം, സ്വന്തം സമൂഹത്തിൽ നിന്ന് കിട്ടാം, സ്വന്തം ഭവനത്തിൽ നിന്ന് കിട്ടാം. ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്ത് പറ്റി? അവരെന്ന് ചുമ്മാ വീട്ടിലിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളുണ്ട്. എന്നിട്ട് എന്താ കാര്യം? നിനക്ക് ഈ ദൈവിക ജീവനുണ്ടോ? ഇല്ല. ഇന്ന് ക്രിസ്തുവിന്റെ മഹത്വത്തിൽ എത്രയോ ഈസ്റ്റർ കടന്നുപോയി. ഇന്ന് നീ ദുഃഖവെള്ളി ആചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിന്റെ കുടുംബത്തിൽ ദുഃഖവെള്ളി ആചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ദുഃഖവെള്ളി ആചരിക്കുന്ന കുഴപ്പമില്ല. ദുഃഖവെള്ളിക്കപ്പുറം ഉയർപ്പിന്റെ ഒരു തിരുനാളുണ്ട്. We are the Easter people. We are the Easter people. Hallelujah is our song. നിന്നെ ഈ ഹല്ലേലൂയ കണ്ട് ലോകത്തിലെ മനുഷ്യർ അത്ഭുതപ്പെടണം നിന്റെ ജീവിതം കണ്ടിട്ട്. പക്ഷെ അതിലേക്ക് വരണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കണം, ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ പങ്കുകാരാകണം. യോഹന്നാൻ സുവിശേഷം 15:7 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. യേശുവിൻ്റെ ഒരു വലിയ പ്രോമിസാണ്. എന്ത് ചോദിച്ചാലും ദൈവം തരും. പക്ഷേ ക്രിസ്തുവിൽ എന്നിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ അർത്ഥം, ആഴമേറിയ അർത്ഥമാണ്. തന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിലേക്ക് ഒരു പറയാം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നു, അവൻ നടന്ന വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അവൻ നടന്ന വഴി ഏതാ? പീഡനത്തിന്റെ കുരിശിന്റെ വഴിയാ, സഹനത്തിന്റെ വഴി. ഈ കുരിശില്ലാതെ പ്രിയമുള്ളവരെ മഹത്വീകരണമില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത് നമ്മളല്ലേ കുരിശ് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദുഃഖവെള്ളിയാഴ്ച ദുഃഖവെള്ളിയെ കുരിശ് മാറാൻ വേണ്ടിയിട്ടല്ല. യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മളെ സഹനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, സഹനത്തിലൂടെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയൊരു സത്യമാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ഈ സ്വർഗീയ സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടില്ല. ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ക്രിസ്ത്യാനി. വരാനിരിക്കുന്ന ലോകത്തിൽ എന്തായാലും കിട്ടും നമുക്ക്. പക്ഷെ അത് ഇവിടെ വെച്ച് നമുക്ക് കിട്ടണം. അങ്ങനെ ഈ സൗഭാഗ്യം നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി എന്തു ചെയ്യണം? അതിനുവേണ്ടി പുറപ്പെടുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. മാതാപിതാക്കളാൽ പീഡിപ്പിക്കപ്പെടാം, ചിലപ്പോൾ ഭാര്യമാരാൽ പീഡിപ്പിക്കും, മക്കളാൽ പീഡിപ്പിക്കപ്പെടാം, സഹോദരങ്ങളാൽ പീഡിപ്പിക്കപ്പെടാം, നമ്മുടെ സഭയിൽ ചിലപ്പോൾ പീഡനം ഉണ്ടാകാം. ഇങ്ങനെ പലതും ഉണ്ടാകാം. കാരണം ഇതൊന്നും ലോകത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് ഇതൊന്നും താല്പര്യമില്ല. അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ സുഖവും സന്തോഷം, അവരുടെ സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം കഷ്ടപ്പെട്ടു പോകാനാണ് താല്പര്യം. അപ്പോൾ ഈ ദൈവരാജ്യം പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അതിനുവേണ്ടി ഈ ഒരു പീഡനം ഉണ്ടാകും. അപ്പോൾ ഇത് കിട്ടുമ്പോൾ അത് മേലധികാരികളിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ സഭയിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ ലീഡർമാരിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയിരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ വീട്ടിൽ പോയിരിക്കുന്നത് ശരിയല്ല. എന്താ കാരണം? എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാനും വല്ലവരുടെ പീഡനം കേൾക്കാനും അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാനും എനിക്ക് താല്പര്യമില്ല. ഞാനിവിടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇന്ന് അനേകം മക്കൾ ദുരിതങ്ങൾ, വേദന അനുഭവിക്കുന്നതിന് കാരണം എന്താ? നീ ദൈവരാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങുന്നില്ല. നിനക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഈ വേദനയും പീഡനയും അസ്വസ്ഥമൊന്നും കൊണ്ടാതെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തി ദൈവരാജ്യം സ്ഥാപിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ദൈവരാജ്യം ഇല്ല മക്കളെ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീ ഇറങ്ങണം, പുറത്തേക്ക് ഇറങ്ങണം. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ താലന്തുകളുടെ ഉപമ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ താലന്തുകളുടെ ഉപമ എന്തിനാ ദൈവം തന്നിരിക്കുന്നത്? അത് വ്യയം ചെയ്യാനുള്ളതാണ്. അതുവഴി നമ്മൾ ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? അതുകൊണ്ട് കുഴിച്ചിട്ടവന്റെ സ്ഥിതി എന്താ? കുഴിച്ചിട്ടവനെ ദൈവം അഭിനന്ദിക്കുന്നുണ്ടോ? നീ എല്ലാം നല്ല ചെയ്ത് ഇല്ല. അവന് അതും കൂടി എടുത്ത് ഉള്ളവന് കൊടുത്തിട്ട് പറയാണ്, ഇവനെ വലിച്ചെറിയുക. എങ്ങോട്ട്?
ദൈവരാജ്യത്തിന്റെ പുറത്തേക്കാണ്, അവിടെ നരകത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ അന്ധകാരവും പല്ലുകടിയും കരച്ചിലും വിലാപമുള്ള സ്ഥലത്തേക്കാണ് വലിച്ചെറിയുന്ന ഒരു സ്ഥലം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് അനേകം സുവിശേഷ പ്രഘോഷം, ഒരു കാലത്ത് സുവിശേഷം പറഞ്ഞിട്ട് ഇന്ന് വീട്ടിലിരുന്ന് സ്വന്തം സൗകര്യം അനുസരിച്ച് നമ്മുടേതായ രീതിയിൽ സുവിശേഷം കടത്തിക്കണം നമ്മൾ. കാരണം ഈ പീഡനവും ഈ അസ്വസ്ഥ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, എന്നെ ആരും വഴക്ക് പറയാൻ പാടില്ല, എന്നെ ആരും പീഡിപ്പിക്കാൻ പാടില്ല, എന്നെ ആരും ദ്രോഹിക്കാൻ പാടില്ല, അങ്ങനെ ചോദിക്കുന്ന സ്ഥലത്തൊന്നും ഞാൻ ഉണ്ടാവില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് സാത്താൻ്റെ ഒരു കെണിയാണ്. അതുകൊണ്ട് സുവിശേഷം പറയുന്നവൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും, നീതിക്ക് വേണ്ടി വിശക്കുന്നവൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കും. ആരാ നിങ്ങളെ പീഡിപ്പിക്കുക? അമേരിക്കക്കാരോ, ചൈനക്കാരോ, പാകിസ്ഥാൻകാരോ അല്ല. നമ്മുടെ കൂടെയുള്ള സ്വന്തം കൂടെ നിൽക്കുന്ന ആൾക്ക്, നമ്മുടെ സ്വന്തം ഭവനത്തിലുള്ളവരേക്ക് നമ്മളെ പീഡിപ്പിക്കുക, നമ്മുടെ കൂട്ടായ്മയുള്ളവരേക്ക് നമ്മളെ പീഡിപ്പിക്കുക. പക്ഷെ ഇതൊന്നും നമ്മളെ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും ഈ നീതി സ്ഥാപിക്കുന്നതിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ പാടില്ല. കാരണം ക്രിസ്തുവിനെ അറിഞ്ഞവൻ, ഞാൻ എപ്പോഴും ചോദിക്കും, നീ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച ഒരാള് എന്ത് പീഡനം സഹിച്ചാലും അവർ ഈ ദൈവത്തിന്റെ നീതി ലോകത്തിൽ എല്ലാവർക്കും സ്ഥാപിക്കപ്പെടും. കാരണം ഈ നീതി ലോകത്തിൽ എല്ലാവർക്കും കിട്ടണം. ക്രിസ്തുവിൽ ലഭ്യമാക്കുന്ന പാപമോചനം, ദൈവമക്കളാകാനുള്ള അവകാശം, അത് ഈ ലോകത്തിലെ എല്ലാ മക്കളും കിട്ടുന്നത് വരെ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച് എല്ലാവരും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് അവൻ മൂട്ടിൽ തീ പിടിച്ച പോലെയാണ്. യേശു പറഞ്ഞ പോലെ, ഞാൻ വന്നിരിക്കുന്നത് തീ ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ തീ അഗ്നി ഈ ലോകം മുഴുവൻ കത്തിപ്പടർന്നില്ലെങ്കിൽ ഈശോ പറയുന്നുണ്ട്. കാരണം ഈ അഗ്നി സ്വന്തമാക്കിയവൻ ഒരിക്കലും ഒരു പീഡനം, എന്ത് ദുരിതം വന്നാലും അവൻ സുവിശേഷ വേലയിൽ നിന്നും ദൈവരാജ്യത്തിന്റെ വിസ്തൃതി മാറി നിൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ പീഡനം യേശു ഉറപ്പ് തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ കൂടെയുള്ളതാണ്, കുരിശിന്റെ കൂടെയുണ്ട്, നീ പീഡിപ്പിക്കപ്പെടും. ഇങ്ങനെ പീഡനങ്ങൾ സഹിച്ച്, കഷ്ടപ്പാടുകൾ സഹിച്ച് ദൈവരാജ്യത്തിൽ പ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമേ ദൈവരാജ്യം ലോകത്തിൽ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്തവരൊക്കെ പിശാച് എന്തെങ്കിലും സഹനങ്ങളോ പ്രശ്നങ്ങളോ വീട്ടിൽ കൊണ്ട് ഇരുത്തും. നമ്മളിങ്ങനെ കുറെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ ചൊല്ലി എന്തൊക്കെയോ ഒരു ഭക്തിമാർഗം കൊണ്ട് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കൾക്കൊന്നും യേശു വാഗ്ദാനം ചെയ്ത ജീവന് സമൃദ്ധി ഉണ്ടാവില്ല. അത് ലഭിക്കാതെ, ഈ യേശുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാകാതെ ഈ ലോകം വിട്ടു പോകുന്നത് വലിയ നഷ്ടമാണ് പ്രിയ സഹോദര. ആയതുകൊണ്ട് ഇത്രയും വലിയ ദൈവിക ജീവൻ, ഇത്രയും സമൃദ്ധമായ സന്തോഷം നിറഞ്ഞ ഈ ക്രിസ്തുവിന്റെ ഐശ്വര്യം നിറഞ്ഞ ഈ ജീവിതം ഈ ലോകത്ത് അനുഭവിക്കാതെ ഞെരുങ്ങി കഷ്ടിപുഷ്ടി ഞെരുങ്ങി അതുമായിട്ട് നടന്ന് സ്വർഗത്തിൽ പോവാന്ന് വിചാരിച്ചിരിക്കരുത്. അതല്ല നമ്മളോട് കർത്താവ്, ഈ ലോകത്തിൽ വെച്ച് നിനക്ക് 100 ഇരട്ടി കിട്ടും. പക്ഷെ എപ്പോഴാണ്? എന്നെ പ്രതി നഷ്ടങ്ങളും പീഡകളും സഹിക്കുമ്പോൾ. അത് ദൈവത്തിന്റെ വാഗ്ദാനം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ സഹനങ്ങൾ കണ്ട് പേടിച്ചു പോകരുത്, ഈ സഹനങ്ങൾ കണ്ട് നഷ്ടധൈര്യരാകരുത്. യേശു പറഞ്ഞിട്ടുണ്ട്, അവർ പീഡിപ്പിക്കപ്പെടും. അതൊരു ഭാഗ്യമാണ്. എങ്ങനെ അത് ഭാഗ്യമാവുക? അതിലേക്ക് നമ്മൾ നോക്കണം. ക്രിസ്തുവിനോട് കൂടെ ഈ സഹനത്തിൽ നമ്മൾ ആകുമ്പോഴാണ് നമുക്ക് ഈ സൗഭാഗ്യം, സ്വർഗത്തിന് സൗഭാഗ്യം നമുക്ക് ലഭിക്കുള്ളൂ. കാരണം ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ അവൻ നടന്ന വഴിയിലൂടെ പോകണം. അവൻ നടന്ന വഴി ഏതാ? സഹനത്തിന്റെ വഴിയാണ്. അതിലൂടെ കടന്നു പോകണം. കാരണം യേശുവിന് സഹനം ഒരു സന്തോഷത്തിന്റെ ഒരവസ്ഥയാണ് നൽകിയത്. വലിയ സന്തോഷത്തോടെയാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മാമോദീസ മുങ്ങാൻ എനിക്കുണ്ട്, നിങ്ങളോട് പെസഹ ആചരിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. കാരണം വലിയ ദാഹത്തോടെയാണ് യേശു ഈ കുരിശുമരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ? യേശുവിന് അതിൻ്റെ അന്തസത്ത അറിയാമായിരുന്നു. കാരണം ബലിയാകാൻ വിളിക്കപ്പെട്ടവനാണ്. നിങ്ങളോടുകൂടെ പെസഹ ആചരിക്കാൻ ഞാൻ ആഘോഷിക്കുക. എന്തായി പെസഹ? എൻ്റെ ശരീരം മുറിച്ച് നൽകാൻ എനിക്ക് കൊതിയാകുന്നു. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ പെസഹ വ്യാഴാഴ്ച ആചരിച്ചവരാണ്. ഇത്രയും വർഷങ്ങളായി നീ ഇത്രയും നാളും മുടങ്ങാതെ കുർബാന സ്വീകരിച്ചിട്ടും ഈ കുർബാന സ്വീകരിക്കാത്ത മറ്റക്രൈസ്തവരിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ കുർബാനയുടെ രഹസ്യം നമ്മൾ മനസ്സിലാക്കിയില്ല. കുർബാന നമ്മളിങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ദൈവാനുഗ്രഹം കിട്ടാനുള്ള വഴിയായിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ കാണുന്നത്. അല്ല, ഇതൊരു ബലിയായി നടക്കുന്ന ജീവിതമാണ്. ഇത് ബലിയായി തീരാനുള്ള ഒരു വിളിയാണ്. നമ്മൾ ഈ ബലിയാകാൻ നമ്മൾ തയ്യാറല്ല. നഷ്ടപ്പെടുവാൻ, സഹിക്കുവാൻ, അല്ലെങ്കിൽ കുരിശെടുക്കുവാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഈ പെസഹ വ്യാഴാഴ്ച പോലെ ഈ മുറിക്കാത്തിരുന്ന് ദേവാലയത്തിരുന്ന് കുർബാന സ്വീകരിച്ചിട്ട് യേശു എന്ത് ചെയ്തു? യേശു അവിടെ തീർന്നില്ല. യേശു ബലിയാകാൻ ലോകത്തിലേക്ക് ഇറങ്ങി കുരിശിലേക്ക് ചെല്ലുകയാണ്. കാൽവരി മല കുരിശിലേക്ക് ചെല്ലുകയാണ്. അവിടെ നമ്മളെ മുറിച്ചു കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? വിശുദ്ധ കുർബാന നമുക്കറിയാം, ഒരു സ്വയം ആത്മദാനത്തിന്റെ കൂദാശയാണത്. ഈ യേശു തന്നെ നൽകിയത് അതൊരു ആഘോഷമാക്കി യേശു. നമുക്ക് കുർബാനയ്ക്ക് ആഘോഷമാണോ? അയ്യോ, ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ, നമുക്കുള്ള സമ്പത്ത് പോയി കഴിഞ്ഞാൽ, നമുക്കുള്ള സൗകര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമാണ്. പക്ഷെ ഇതെല്ലാം തനക്കുള്ളതെല്ലാം നമ്മളായിട്ട് പങ്കുവെച്ച് തരികയാണ്. എന്താണ്? ദൈവിക ജീവനിൽ പങ്കുകാരാകുവാൻ അവനെല്ലാം നമുക്ക് പങ്കുവെച്ചു തന്നു. അത് ആ പങ്കുവെക്കല്, ആത്മദാനം ആഘോഷമാക്കി യേശു. ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇത് ആഘോഷമാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ?
നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ അല്ല, നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നല്ല നിൽക്കുന്നത്. നമ്മൾ ഈ ലോകത്തിലാണ് നിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളും ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ലോകത്തിൻ്റെ പഠനങ്ങളും വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുന്നവൻ എന്താണ്? നീ ക്രിസ്തുവിനെതിരാണ്. യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. ഇങ്ങനെ പറയാ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്, നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. കാരണം ഈ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിള് ലോകത്തിന്റെ പ്രിൻസിപ്പിളിനോട് ചേരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ഘടകവിപരീതമാണ്. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മളിപ്പോഴും ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിന്റെ പുറകെ നടക്കുകയാണ്. അപ്പൊ എന്താ പറ്റുക? നീ ക്രിസ്തുവിനെതിരായിട്ട് വരിക, നീ ദൈവത്തിനെതിരായിട്ടുള്ളവനാണെന്നാണ് വചനം പറയണത്. അപ്പൊ ഈ എതിർപ്പിന്റെ അരൂപി നമ്മളിൽ കിടക്കുകയാണ്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്, നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. അപ്പൊ നമ്മൾ ഈ ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനോട് നമ്മൾ എതിർക്കിടേണ്ടി വരും. ലോകത്താൽ നമ്മൾ പീഡിപ്പിക്കപ്പെടും. ലോകം നമ്മളെ വെറുക്കുന്നവരായി മാറും. യോഹന്നാൻ സുവിശേഷം 15:19 ഈശോ വർത്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിന് തെരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ഇന്ന് ലോകത്താൽ നീ ദ്വേഷിക്കപ്പെടുന്നുണ്ടോ? ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരുണ്ട്, നിന്റെ ബന്ധുജനങ്ങളുണ്ട്, നിന്റെ കസിൻസ് ഉണ്ട്, നിന്റെ ബന്ധുവീട്ടുകാരുണ്ട്, എന്താണ്, നിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെ ഈ ലോകം എന്ന് പറയുമ്പോൾ എന്താ? വലിയ കൊലപാതക വിചാരം ചെയ്യുന്നവരല്ല ലോകം. സൃഷ്ടാവിനേക്കാളുപരി, യേശുവിനേക്കാളുപരി ഈ ലോകവും ലോകത്തിന്റെ വസ്തുക്കളും ലോകകാര്യങ്ങളും വ്യാപൃതരായിരിക്കും. അവരുടെ ജീവിതം എന്ന് പറയുന്നത് യേശുവിലോ വിശ്വാസം. പള്ളി പോകുന്നതിനുണ്ട് ഈ ലോകത്തിൽ മാർക്ക് കിട്ടണം, ഒരു ഡിഗ്രി ഉണ്ടാകണം, ഒരു കല്യാണം കഴിക്കാൻ, ഒരു വീട് വെക്കണം, കുറച്ച് സ്വർണം ഉണ്ടാക്കി. ഇതാണ് അവർ പള്ളിയിൽ പോകുന്നതിന് ഉദ്ദേശം. ഇങ്ങനെ പോകുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിലുള്ളവർക്ക്, ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലുള്ളവർക്ക് നിന്നെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഈ ക്രിസ്തുവിന്റെ പോളിസി അനുസരിച്ച് ഈ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നീ ഇറങ്ങുമ്പോൾ ഇവർ നിന്നെ വേദനിപ്പിക്കും, പീഡിപ്പിക്കും. അത് സ്വന്തം ഭവനത്തിലുണ്ടാകുന്ന സത്യ ഈശോ വിളിച്ച് പറയാണ്. അപ്പൊ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട്, നിങ്ങൾ ലോകത്തിന് തിരഞ്ഞെടുത്തോണ്ട് ഈ ലോകം നിങ്ങളെ ദ്വേഷിക്കും. അല്ലയോ ക്രിസ്ത്യാനി, നീ ദൈവരാജ്യത്തിലാണോ അതോ ഈ ലോകരാജ്യത്താണോ? എങ്ങനെ അറിയാം? ഈ ലോകത്താൽ നീ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ മനുഷ്യരാൽ നീ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നീ ലോകത്തിൽ തന്നെ ആയിരിക്കുന്ന ഒരിക്കലും പീഡനം ഉണ്ടാവില്ല. അതുകൊണ്ട് നീ മനസ്സിലായി, നീ ദൈവരാജ്യത്തിലേക്ക് നീ വന്നിട്ടില്ല. ഈ ദൈവരാജ്യത്തിൽ വരാത്തതുകൊണ്ടാണ് നിന്റെ കാര്യത്തിൽ ക്രിസ്തു ഇടപെടാത്തത്. നിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് അനേകം മക്കൾ ബന്ധനം, പൈശാചിക പീഡനം എന്നൊക്കെ പറയും. എന്ത് ഈ പൈശാചിക പീഡ മക്കളെ? നീ ദൈവരാജ്യത്തിലേക്ക് കടന്നു വാ. അവിടെ ഏത് പിശാച് നിന്നെ പിടിക്കും? ഒരു പിശാചിനെ പിടിക്കാൻ സാധിക്കത്തില്ല. ഒരു സ്പെല്ലും നിന്റെ മേൽ വരത്തില്ല. ഒരു ക്രിസ്ത്യാനിയുടെ മേൽ ഈ ലോകത്ത് ഒരു ആഭിചാരം, ഒരു പ്രവൃത്തി നടക്കില്ല. കാരണം നീ ദൈവരാജ്യത്തിലുള്ളവനാണ്. നീ ദൈവരാജ്യത്തിൽ ഒരു കാലും മറ്റേ കാലം ലോകരാജ്യത്തിൽ വെച്ച് നടക്കുന്നതാണ് ഈ ലോകത്തിലെ എല്ലാ ആഭിചാരങ്ങളും തോന്നിയാസങ്ങളും നിന്നെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പീഡനങ്ങളും ബന്ധനം കഴിയാൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ക്രിസ്തു പറഞ്ഞ വഴി നടക്കുന്നില്ല. നീ ഇപ്പോഴും ലോകത്തിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി നടക്കുക. അതാണ് നിന്റെ ധ്യാനത്തിന്റെ എല്ലാം ലക്ഷ്യം. ഇതിന്ന് മാറി ദൈവരാജ്യത്തിന് വേണ്ടി നീ ഇറങ്ങണം. ഈ നീതി ലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്നവരെ ഒരു ക്രിസ്തു ശിഷ്യന് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ പറ്റില്ല. കാരണം അവനറിയാം ഇത് സ്ഥാപിക്കപ്പെടണം. കാരണം ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഈ യേശുക്രിസ്തുവിന്റെ പാപമോചനം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കണം. അത് ക്രിസ്തുവിനെ അറിഞ്ഞ, ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച എല്ലാവരും ഉണ്ടാകുന്ന ഒരു എന്താണ്, അത് അവന് നിരന്തരമായി ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. അവനൊരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും ചെറിയ പരിപാടി ചെയ്ത് നിൽക്കുന്നില്ല. അവൻ ലോകത്തിന്റെ അതിർത്തി മുഴുവൻ വരെ പോകാൻ നിർബന്ധിതനാവൻ. കാരണം യേശു പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അപ്പൊ ഈ നിർബന്ധം നിനക്കുണ്ടാ? ഇല്ല, എനിക്ക് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. ഞാനിങ്ങനെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. ഞാൻ മാമോദീസയുടെ വിശുദ്ധി, എനിക്ക് കിട്ടിയ വിശുദ്ധി പാകുപ്പായം ഞാൻ പാപമൊന്നും ചെയ്യാതെ നന്നായിട്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം നിന്നിലെ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ, ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിലുണ്ടോ, നീ പ്രവൃത്തി ചെയ്തിരിക്കും. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നീ സുവിശേഷം പ്രസംഗിക്കും, ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടും. നിന്റെ സൗകര്യങ്ങൾ മാറ്റി വെച്ച് ഇറങ്ങി. ഇങ്ങനെ ഇറങ്ങും എന്ത് ചെയ്യും? ലോകവും ലോകത്തിന്റെ മക്കൾ നിന്നെ പീഡിപ്പിക്കും. സ്വന്തം വീട്ടിലുള്ളവർ പീഡിപ്പിക്കും, നിന്നെ കുറ്റം പറയും, അവഹേളിക്കും, നിന്ദിക്കും, കളിയാക്കും, ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം നിനക്കുള്ളതാണ് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ഒരു സൗഭാഗ്യത്തിലേക്ക് നമ്മൾ വരണം. പീഡനങ്ങളും സഹനങ്ങളും നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇതിന്റെ കാരണം, സഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമുക്ക് ഇതിന്റെ രഹസ്യം അറിഞ്ഞുകൂടാ. കാരണം ഒരു ബലിയായി മാറാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ
ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതൊരു ക്രിസ്ത്യാനിയുടെ വിളിയാണ്. ബലിയാകുവാൻ, അഴുകുവാൻ, ത്യജിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് നീ. പക്ഷെ നമുക്കിങ്ങനെ തട്ടുമുട്ട കിട്ടരുത്. എനിക്കിങ്ങനെ സന്തോഷത്തോടെ സുഖത്തോടെ സുവിശേഷം പറഞ്ഞു പോകണമെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് പീഡനങ്ങളും അല്ല വഴക്ക് പറയാനും എന്നെ കുറ്റപ്പെടുത്താനും എന്നെ തിരുത്താനൊന്നും പാടില്ല. ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ കാരണം എല്ലാം മാറ്റി വെച്ച് ഇറങ്ങി വന്നവനാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാവരും കൈയടിച്ചുകൊണ്ടിരിക്കും. ഇല്ല, നീ ചെയ്യുന്ന പ്രവൃത്തിനെ ബാക്കിയുള്ളവർ എതിർക്കും, അതിൻ്റെ കൂടെയുള്ളവരെ എതിർക്കും. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ എതിർത്തിരിക്കും. അത് നമ്മൾ പിൻവിടാൻ പാടില്ല. കാരണം ഒരു ബലിയാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് നീ. ഒരു ബലി ജീവിതമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് യേശു. അതുകൊണ്ട് ആ ബലിയാകുന്ന സമയത്തിന് യേശു കൊതിക്കുകയായിരുന്നു. സന്തോഷത്തോടെയാണ് തന്നെ ബലിയർപ്പിക്കണത്, അല്ലാതെ പരിഭവത്തോടെ സങ്കടത്തോടെയല്ല. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ അരൂപിയുള്ളവൻ, അവനും ഈ ബലികളും പീഡനങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കും. ഒന്ന് ദുഃഖവെള്ളിയല്ലേ, നമ്മൾ പീഡന ദുഃഖങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരിശിൻ്റെ വഴി 3-4 ചെല്ലിയിട്ടുണ്ടാവും ഇപ്പോഴത്തേക്കും. കാരണം എൻ്റെ പ്രശ്നങ്ങൾ മാറണം. ഇല്ല, പ്രശ്നങ്ങൾ സ്വന്തമാക്കണം. ഏത് പ്രശ്നം? നമ്മൾ ചെയ്ത തോന്നിയവാസത്തിൻ്റെ ഭാരങ്ങളും കടങ്ങളും ദുരിതങ്ങളും മാറാനല്ല, ആ സഹനമല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്നതിന്, ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന്, ദൈവത്തിൻ്റെ നീതി ലോകത്തിൽ വരാൻ വേണ്ടി അധ്വാനിക്കുന്നതിന് ഫലമായി ചില സഹനങ്ങളും വേദനകളും നമുക്ക് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ സഹനങ്ങളും വേദനകളും ഉണ്ടാകുന്നില്ലെങ്കിൽ നീ ഇപ്പോഴും ദൈവരാജ്യത്തിൽ വന്നിട്ടില്ല. അതിൻ്റെ ഫലം എന്താ? നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നും കൂട്ടിച്ചേർക്കപ്പെടില്ല. അതുകൊണ്ട് തിരിച്ചു വരിക. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഈ നീതിക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. ഇനിയും ലോകത്തുള്ള മനുഷ്യർ നിന്നെ വേദനിപ്പിക്കുന്നില്ലേ, പീഡിപ്പിക്കുന്നില്ലേ? നിന്നെ പീഡിപ്പിക്കുക, നീ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ പീഡിപ്പിക്കുന്നുണ്ട്. നീ തോന്നിയ അവസരം കാണിച്ച് എന്നെ പീഡിപ്പിക്കുന്നത്. നീ മദ്യപിച്ചതിൻ്റെ ഫലമായി ചില ദുരിതങ്ങളും കടങ്ങളും ജപ്തികളും വീട്ടിൽ വന്നിട്ടുണ്ട്. അതല്ല, ആ പീഡനമല്ല സന്തോഷിക്കാൻ പറ്റണം. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുന്നതുകൊണ്ടുള്ള പീഡനം സഹിക്കുന്നില്ലേ? നിന്നെ ആരും എതിർക്കുന്നില്ലേ? ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് സ്പിരിച്വാലിറ്റി. നീ പള്ളിയിൽ പോകുന്നത്, നീ പ്രാർത്ഥിക്കുന്നത്, നീ 50 ദിവസം നോയമ്പ് നോക്കിയത് വ്യർത്ഥമാണെന്ന് ഞാൻ പറയും. കാരണം യു ഹാവ് നോ കണക്ഷൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവായിട്ട് എനിക്കൊരു ബന്ധമില്ല. ക്രിസ്തുവായിട്ട് ബന്ധമില്ലാത്ത ആധ്യാത്മിക ജീവിതം വെറും പാഴാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, ഈ രാജ്യത്തിലേക്ക് കടന്നു വരിക. കർത്താവ് നിന്നെ വിളിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ബലിയായി മാറണം. ബലിയാൻ തിരിച്ചറിവുള്ളവൻ ഇങ്ങനെ ബലിയാകാൻ അവസരം കിട്ടുമ്പോഴൊക്കെ അവർ സന്തോഷിക്കും. കാരണം അവർക്കത് വലിയൊരു സന്തോഷമാണ്. അപ്പോസ്തല പ്രവർത്തനത്തില് ഈ ശിഷ്യന്മാര് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഈ ശിഷ്യന്മാര് യേശു ക്രിസ്തുവിന്റെ, നമ്മൾ അറിയുന്ന യേശു മരിച്ചതിന് ശേഷം, ഈ ദുഃഖവെള്ളിക്ക് മുമ്പ് അവരെ ക്രിസ്തു മരിച്ചതിന് ശേഷം ഇങ്ങനെ കഥകടച്ചിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവർ സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യേശു അവരെ മധ്യ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സിഹിയോൻ മാളികയിൽ. എന്നിട്ട് അവർക്ക് സമാധാനം ആശംസിച്ച് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന സംഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഈശോ അവരെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യുക. ഓക്കെ, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അങ്ങനെ അവര് ഈ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് ഇറങ്ങിയപ്പോഴാണ് അവരിൽ ഈ മാറ്റവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായത്. അവരുടെ പ്രാർത്ഥന മാറി. കാരണം എന്താ? അന്ന് വരെ അവർ പ്രാർത്ഥിച്ച്, ഞങ്ങളാരും കൊല്ലരുതേ, ഞങ്ങളാരും പിടിക്കരുതേ, ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടാകരുതേ, വേദന ഉണ്ടാകരുത്, ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ ക്രിസ്തുവിന്റെ രാജ്യത്ത് വരുമ്പോൾ ഞാൻ ഖജാൻജി ആവണം, ഞാൻ മുഖ്യമന്ത്രിയാണെന്നൊക്കെ ചോദിച്ച് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ്. അവരെ കാഴ്ചപ്പാടും പ്രാർത്ഥനകളും മാറി. അവരെ പ്രാർത്ഥന മാറിയതിന് ഫലമായി എന്തായി? അവരുടെ ജീവിതങ്ങൾ മാറുകയാണ്. അവർ ലോകത്തിലെ അതിശ്രേഷ്ഠന്മാരായിട്ട് മാറുകയാണ്. ആ 12 പേര്, അവരെ കുറിച്ച് എങ്ങനെയാ പറയാം? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്നാണ് അവരെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നത്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാ. അപ്പോസ്തല 2-ാം അധ്യായത്തിൽ പേടിച്ചിരിക്കുന്നതാണ്. പക്ഷെ 17-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അത്രമാത്രം ശക്തന്മാരവർ മാറി. അവർ പരിശുദ്ധാത്മാവ് അഭിഷേകം നിറഞ്ഞവന്മാർ. അവർ ലോകത്തിന്റെ പ്രകാശമായി മാറി. അവർ ഭൂമിയുടെ ഉപ്പായി മാറി. അവർ മലമുകൾ പറഞ്ഞ പട്ടണം പോലെയായി മാറി. കാരണം എന്താ? അവർ കാഴ്ചപ്പാട് മാറി, അവർ പ്രാർത്ഥന മാറി. എന്താ പ്രാർത്ഥന? എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് ഈ മനോഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സഹനങ്ങളൊക്കെ വലിയ സന്തോഷമായി മാറുകയാണ്. അങ്ങനെയാണ് നമ്മൾ അപ്പോസ്തലർ 5:41 വായിക്കുകയാണ്, അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിനാൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന് മുമ്പിൽ പുറത്തുപോയി. ഏത് ശിഷ്യന്മാർ യേശുവിന്റെ നാമത്തിൽ തല്ലുകൊണ്ടിട്ട് പോകുമ്പോൾ വലിയ സന്തോഷമാണ്. നമുക്ക് യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും പറയാൻ തന്നെ നാണക്കേടാണ്. നമുക്കതൊക്കെ വലിയൊരു ദുരഭിമാനമാണ്. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് കടവും ജപ്തിയും ദാരിദ്ര്യവും ക്യാൻസറും ദുരിതങ്ങളും കൊറോണയൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, ഇനി ലോകത്ത് വരാതിരിക്കുന്ന മാറണം. നിന്റെ കുടുംബത്തിലും ജീവിതത്തിലും വരാതിരിക്കണമെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് വർക്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങുക. ആ നീതി സ്ഥാപിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവൻ ഭാഗ്യം. ഈ സുവിശേഷ ഭാഗ്യത്തിന് യോഗ്യരാകണം. ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദുരിതം നിന്റെ കുടുംബത്തിൽ മക്കളിൽ വന്ന് കയറും. അന്ന് വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. വെറുതെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരിക്കാൻ എല്ലാ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കാരണം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റമാണ്
എൻ്റെ രാജ്യം, ക്രിസ്തുവിൻ്റെ രാജ്യം ഇവിടെ വരണം, അതിനുവേണ്ടി അധ്വാനിക്കണം. ഇങ്ങനെ അധ്വാനിക്കുന്ന ഭാഗ്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഈ ബലി ജീവിതമായി മാറണമെന്നുണ്ടെങ്കിൽ 3 ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബലി സന്തോഷമായിട്ട് ബലി അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, ത്യജിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ഘടകം എന്താണ്? യേശുവിനോടുള്ള ബന്ധത്തിൻ്റെ, യേശുവിൻ്റെ സ്നേഹബന്ധത്തിലുള്ളവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. യേശുവിനെ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ സാധിക്കും. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെ യേശുവിന് വേണ്ടി ബലിയാകാനും സഹിക്കാനും അവർക്ക് സാധിക്കും. 2, മനുഷ്യരോടുള്ള സ്നേഹം, സഹോദരനുള്ള സ്നേഹം, പരസ്നേഹത്തിൽ വളരണം. 3, ദൈവരാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടുന്ന പ്രതിജ്ഞാബദ്ധത. ഈ 3 ഗുണങ്ങളുള്ളവർക്കാണ് ഈ പീഡകൾ സഹിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരെല്ലാം ഒരു ഞൊട്ട് വെട്ടുമ്പോഴേ വീട്ടിൽ പോയിരിക്കും, ഞാൻ ഇതിനൊന്നും ഇല്ലാന്ന് പറയും. കാരണം അവർക്ക് ക്രിസ്തുവിനോട് ബന്ധമില്ല, സഹോദരങ്ങളുടെ സ്നേഹമില്ല, ദൈവരാജ്യത്തെക്കുറിച്ച് കാഴ്ചപ്പാടുമില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? എല്ലാ പണിയെടുത്തിട്ട് അവസാന ജീവിതത്തിലൊന്നും കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് പ്രിയ മക്കളെ, ഇനി നിങ്ങൾ കൂട്ടിമുട്ടാത്ത അകന്നകന്ന ഒരു ദുരിതമാകുന്നതിന് പകരം നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടണം. ദൈവം കൂട്ടിച്ചേർക്കണം. നിനക്ക് ആവശ്യമുള്ളതെല്ലാം, നിന്റെ മക്കൾക്ക് ആവശ്യമുള്ള, തലമുറകൾക്ക് ആവശ്യമുള്ള തമ്പുരാൻ കൂട്ടിച്ചേർത്തിരിക്കും. നീ കൂട്ടിച്ചേർക്കാൻ പഠിക്കണ്ട, നീ അതിന്റെ പുറകെ നടക്കണ്ട. നീ അധ്വാനിക്കേണ്ട ഒറ്റ അധ്വാനമുള്ളൂ, ദൈവരാജ്യം എല്ലായിടത്തും നീതി ഉണ്ടാകണം. ക്രിസ്തു വ്യക്തമാക്കിയ ദൈവമക്കളുടെ നീതി, കാരുണ്യത്തിന്റെ നീതി, പാപമോചനത്തിന്റെ നീതി എല്ലാം മക്കൾക്ക് ഉണ്ടാകണം. ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിക്കുക. അങ്ങനെയുള്ളവർ അതിനുവേണ്ടി പീഡ സഹിക്കേണ്ടി വരും, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും, വലിയ പീഡകളിലൂടെ കടന്നു പോകേണ്ടി വരും. സാരമില്ല, അവർക്ക് സ്വർഗം അവർക്കുള്ളതാണെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയമുള്ളവരെ, ഈസ്റ്റർ നമ്മൾ ഒരുങ്ങുകയാണ്. ഈസ്റ്റർ നമ്മൾ ഒരുങ്ങുമ്പോൾ ആ മഹത്വത്തിൽ പങ്കുകാരാൻ ഒറ്റ വഴിയേ ഉള്ളൂ: കുരിശെടുക്കണം, സഹിക്കാൻ തയ്യാറാവണം. ഈ സഹനവും കുരിശുമില്ലാതെ മഹത്വീകരണമില്ല. യോഹന്നാൻ സുവിശേഷം 17 ഈശോ ദൈവത്തിന് പ്രാർത്ഥന, യേശുവിനൊക്കെ ഒരു എന്താ പറയുക, മെസ്സിയാനിക് പ്രെയർ എന്ന് പറയും. യേശുവിന് പൗരോഹിത്യ പ്രാർത്ഥന എന്നൊക്കെ പറയും. യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ അങ്ങയുടെ മഹത്വമെല്ലാം പങ്കുകാരാക്കണമെന്ന് യേശു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന എങ്ങനെ മഹത്വത്തിൽ പങ്കുകാരാ? അതിനുശേഷം യേശു കാൽവരി മലയിലേക്ക് ഇറങ്ങുകയാണ്. ഈ കുരിശ് വഹിക്കുന്നത് വഴിയാണ് യേശു മഹത്വീകരിക്കപ്പെടുന്നത്. ക്രിസ്തു ശിഷ്യന്മാര് ഈ ഈസ്റ്ററിന് ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാകണം എന്നുണ്ടെങ്കിൽ വെറുതെ ഈസ്റ്റർ ദുഃഖവെള്ളിയാഴ്ച 50 ദിവസം ഇറച്ചി മീനും കഴിക്കാതിരുന്ന ദുഃഖവെള്ളിയാഴ്ച ഒരു കുരിശിൻ്റെ വെള്ളിയും ചൊല്ലി അവസാനം ഈസ്റ്റർ ഞായറാഴ്ച ഈ ഇങ്ങനെ യേശുവിൻ്റെ കാർബോർഡിൻ്റെ ഒരു രൂപം ഇങ്ങനെ വിറച്ച് പൊന്തി വരുന്ന പരിപാടിയല്ല ഈസ്റ്റർ എന്ന് പറയുന്നത്. ആ മഹത്വം നിന്നെ അടിമപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും പരിപൂർണ വിമോചനം നേടുന്ന ആ ക്രിസ്തുവിനെ ജീവനിൽ പങ്കുകാരാകണം എന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ തയ്യാറാവണം. അവൻ്റെ പീഡകളിൽ സന്തോഷത്തോടെ ഭാഗമാകാൻ തയ്യാറാവണം. അങ്ങനെ എന്തിനാ ഭാഗമാകുന്നത്? സ്നേഹം, അവനോടുള്ള സ്നേഹം, സഹജീവികളോടുള്ള സ്നേഹം, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാനുള്ള തീവ്രമായ അഭിലാഷം, അങ്ങനെയുള്ളവന് എല്ലാം സഹിക്കാനായിട്ട് സാധിക്കും. അവൻ കുരിശ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല. കാരണം അവനറിയാം ഈ കുരിശ് വഴി വലിയ നേട്ടങ്ങൾ, ഈ സഹനം വഴി വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കളെല്ലാം ഈ സഹനത്തെ വാരിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ മഹത്വത്തിൽ പങ്കുകാരാകണമെങ്കിൽ നീയും പ്രാർത്ഥനയൊന്ന് മാറ്റണം. എന്താ പ്രാർത്ഥന? കാരണം ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ സഹനങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ പറയാ, സ്നേഹത്തിന് വേണ്ടി സഹിക്കുന്ന വേദനയുടെ പാരമ്പര്യത്തിലാണ് സംതൃപ്തിയും സാഫല്യവും മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാനാവാത്ത ആഹ്ലാദവും അനുഭവിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ സഹനത്തിൻ്റെ ബ്യൂട്ടി, സഹനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു മാധുര്യമുണ്ട്, അതിൻ്റെ ഒരു മഹത്വമുണ്ട്. ഇത് യേശു ക്രിസ്തുവിൽ മാത്രം മനസ്സിലാക്കുന്നതാണ്. നീ ക്രിസ്തുവിൽ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ നിനക്ക് ഭാരവും ദുഃഖവും അപമാനവും നാണക്കേടൊക്കെ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ മക്കളെ, ഒരു മാറ്റത്തിലേക്ക് വരിക. ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് സഹനമെല്ലാം ഒരു കുളിർമയാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധാത്മാക്കളെല്ലാം സഹിക്കാൻ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഒന്ന് മാറ്റണം. കാരണം ഈ ക്രിസ്തുവിനെ അറിഞ്ഞവരും ഈ സ്വർഗരാജ്യത്തിലെ മക്കളും പ്രാർത്ഥന എന്താ പ്രാർത്ഥിക്കുക? നമ്മൾ യേശുവിന്റെ കൂട്ടവകാശികളായിരിക്കും വിളിക്കപ്പെട്ടവരാണ്. എന്തിനാ കൂട്ടവകാശികൾ? അവൻ്റെ പീഡാസഹനങ്ങൾ പങ്കുകാരാൻ കൂട്ടവകാശം ലഭിച്ചവരാണ്. അങ്ങനെ അവിടുത്തെ മഹത്വത്തിൽ കൂടുതൽ പങ്കുകാരാകുന്നതിന് നമ്മളെ അർഹരാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ കുരിശുകളും സഹനവും. ഇത് മനസ്സിലാക്കുന്ന വ്യക്തികൾ ഈ സഹനങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുക, അത് കൂടുതൽ കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിക്കും. 2, നമ്മൾ കുരിശിന്റെ ഭാരം മാറാൻ വേണ്ടി, ഇപ്പം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്ന കുരിശിന്റെ ഭാരം മാറാൻ വേണ്ടി, കുരിശ് മാറാൻ വേണ്ടിയിട്ടല്ല, കുരിശിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ കുരിശ് തരുന്ന വലിയ മഹത്വമുണ്ട്, ദൈവിക ജീവനിലേക്കുള്ള വാതിലാണ് ഈ കുരിശ്. അപ്പൊ ഇത് മനസ്സിലാക്കി ഈ കുരിശ് എടുക്കാനുള്ള ശക്തിയും വഹിക്കാനുള്ള ധൈര്യവും തരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന മാറുമ്പോൾ നീ ദൈവരാജ്യത്തിൽ വരികയും നീ സ്വർഗത്തിന്റെ അവകാശികളായി മാറുകയും ചെയ്യും.
അതുകൊണ്ട് ഈ ഈസ്റ്ററിന് വരുമ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു മാറ്റം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിത കുടുംബങ്ങള് ക്രിസ്തുവിന്റെ മഹത്വത്തില്, അവന്റെ ഉത്ഥാനത്തിലെ ശക്തിയില്, അവന്റെ ദൈവിക ജീവന്റെ സമൃദ്ധിയിൽ പങ്കുകാരാകാൻ ദിസ് ഈസ് ദ വേ. അതുകൊണ്ട് ഈ 8 സൗഭാഗ്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക. നീ ദൈവരാജ്യത്തിൽ വരും, നീ ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുകാരാൻ നിങ്ങൾക്ക് സാധിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുരിശ് മാറ്റിക്കൊണ്ടുള്ള ജീവിതമല്ല, കുരിശിന്റെ ശക്തി മനസ്സിലാക്കി, കുരിശിന്റെ നേട്ടം മനസ്സിലാക്കി, ഈ കുരിശ് സഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പരിപൂർണമായ ദൈവത്തിന് എല്ലാ വേദനയും സമർപ്പിക്കണം. ദൈവം അത് ഉപയോഗിക്കട്ടെ. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. യേശു കുരിശിൽ കിടന്നല്ലേ, ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് ഭരമേൽപ്പിക്കുന്ന യേശു സമർപ്പിച്ചു. പരിശുദ്ധ തന്റെ മകനെ കാൽവരി മലയിലെ കുരിശിൽ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ആ സഹനങ്ങൾ, അതിൻ്റെ വേദനകളും ദുഃഖങ്ങളെല്ലാം കൂടി അവർ സ്വീകരിച്ച് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് അമ്മ വെച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്താ ഗുണം? ഇന്ന് അവൾ കൃപയുടെ സ്രോതസ്സായി മാറുക, അവൾ ദൈവാനുഗ്രഹത്തിൻ്റെ വ്യക്തിത്വമായി മാറുക. ഇന്ന് ഈ ലോകത്തിലെല്ലാം മക്കളുടെ അമ്മയായി മാറിയ പോലെ ഓരോ ക്രിസ്ത്യാനിയും ഈ ലോകത്തിന്, നിന്റെ കുടുംബത്തിന്, മക്കൾക്ക്, നീ ആയിരിക്കും സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മൾ ഈ നീതിക്ക് വേണ്ടി പരിശ്രമിക്കണം. യേശുവിൻ്റെ പോലെ, അമ്മയുടെ പോലെ, ആദ്യം ക്രൈസ്തവ സമൂഹം പോലെ ഈ രാജ്യം സ്ഥാപിക്കപ്പെടാൻ വേണ്ടി അവർ കയ്യും മെയ്യും മറിഞ്ഞിറങ്ങി. അവരെല്ലാ പീഡകളും സഹിച്ചു, പരാതി കൂടാതെ, പരിഭവം കൂടാതെ, ഗതികേട് കൊണ്ടല്ല, വലിയ സന്തോഷത്തോടെ അതുകൊണ്ടാണ് സത്യം മനസ്സിലാക്കി കുരിശിനെ സ്വീകരിച്ച് അവർ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരായതുപോലെ നമ്മളും മഹത്വത്തിൽ പങ്കുകാരാകണം. അങ്ങനെ ഈ ലോകം ജീർണത അടിമപ്പെട്ട ലോകത്തെ നമ്മൾ വിമോചിപ്പിക്കണം മക്കളെ. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുകൊണ്ട് സഹനങ്ങൾ, മഹത്വത്തിലേക്കുള്ള സഹനത്തിൻ്റെ വഴികൾ വേണ്ടാന്ന് ഒരു മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, സഹനങ്ങൾ കൂടുതൽ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2 കുരിശിൻ്റെ ഭാരം മാറാൻ, നീക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, കുരിശിൻ്റെ ഭാരം സഹിക്കാനുള്ള ധൈര്യവും ശക്തിയും തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവനിൽ പങ്കുകാരാകുന്നത് വഴി നമ്മൾ ഈ ലോകത്തിന് അനുഗ്രഹമായി മാറണം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം കൂട്ടിച്ചേർത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹിക്കപ്പെട്ട ജനമേ, ഇന്ന് നമ്മൾ നമ്മുടെ ബർത്ത്ഡേക്കാർക്കും വെഡിങ് ആനിവേഴ്സറിക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈസ്റ്ററിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ ജീവനിൽ, ആ ജീവന്റെ സമൃദ്ധിയിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവർ, സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ജീവനിലുണ്ടാകുന്നത് യേശുവിനോടുള്ള ഐക്യപ്പെടൽ വഴിയാണ്. ആ ത്രിത്വിക ദൈവത്തോടുള്ള ഐക്യപ്പെടൽ വഴിയാണ് ജീവൻ നമ്മളുണ്ടാകുന്നത്. ദൈവിക ജീവനാണ് നമുക്ക് വേണ്ടത്. ആ ദൈവസ്നേഹത്തിൻ്റെ നിറവിന് പറയുന്നവരാണ് ജീവൻ. ആ ദൈവിക സ്വഭാവമുള്ളവരായി നമ്മൾ മാറണം. പ്രിയമുള്ളവരെ, അതിലേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾക്ക് പ്രിയപ്പെട്ടത് ചിലർക്ക് ദൈവം എടുത്ത് മാറ്റാൻ അനുവദിക്കും. നമ്മൾ പ്രിയങ്കരമായതും നമ്മൾ സ്നേഹിച്ചവരെയൊക്കെ ചിലപ്പോൾ ദൈവം നമ്മൾ പറിച്ചു മാറ്റും. എന്തിനാണ്? നിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹ വിഷയം യേശു മാത്രമാകണം. ദൈവത്തിന് നിർബന്ധമുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് ദൈവിക ജീവനിൽ പങ്കുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നീട് നമുക്ക് മനസ്സിലാകും ദൈവം നമ്മൾക്ക് എടുത്തു മാറ്റിയതൊക്കെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നാകാൻ വേണ്ടി. അതുകൊണ്ട് അതിനെല്ലാം നമുക്ക് നന്ദി പറയാൻ പറ്റും, പറയാം, നമുക്ക് സാധിക്കും. കാരണം ഈശോ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ബാക്കി എല്ലാ നഷ്ടങ്ങളും നമുക്ക് ലാഭമായിട്ട് മാറും. ഈ ഒരു വർഷം നിങ്ങൾക്ക് ഈ ഒരു വലിയ സൗഭാഗ്യം ലഭിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ 10:10 പറഞ്ഞ വാഗ്ദാനം, ഞാൻ വന്നിരിക്കുന്ന ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകും. ഇത് വേറൊരു കഥയായിട്ടിരിക്കരുത്. ആ ദൈവിക ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ടുണ്ടാകുവാൻ കർത്താവ് അനുവദിച്ച എല്ലാത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഈ ഒരു വർഷം ആ ജീവന്റെ സമൃദ്ധി, ദൈവിക മഹത്വത്തിൽ പങ്കുകാരാകാൻ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് we sing there shall be showers of blessings in Jesus' holy name. There shall be showers of blessing. This is the promise of God. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round as are falling, but for the showers we plead. In Jesus' holy name. Amen. Amen. ആ
ആ മഹത്വത്തിൽ പങ്കുകാരാകാൻ സ്വർഗ്ഗം നിങ്ങളെ അനുവദിക്കട്ടെ. We are the Easter people. Do not abandon yourself to despair. We are the people of Easter. ആ വലിയ മഹത്വ സന്തോഷം ഈസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, നേരുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. We'll meet again on the next Friday with more grace and blessings from heaven.